ഹലോ ഓൾ, ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ന്യൂ ICRT സീരീസിലെ ചാപ്റ്റർ എന്ന് പറയുന്നത് 9th സ്റ്റാൻഡേർഡിലെ സാമൂഹ്യ ശാസ്ത്രം ഭാഗം 1 ഒരു ചാപ്റ്ററാണ്. ചാപ്റ്ററിന്റെ പേര് വരുന്നത് ഇങ്ങനെയാണ്: ശിലായുഗത്തിൽ നിന്ന് മുന്നോട്ട് എന്ന ഒന്നാമത്തെ ചാപ്റ്ററാണ് നമ്മൾ പഠിക്കുന്നത്. ഈ ഒരു ഭാഗത്തുനിന്ന് നമ്മൾ അങ്ങനെ ചാപ്റ്റർ ഒന്നും പഠിച്ചിട്ടില്ല. ഈ ടെക്സ്റ്റിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ശിലായുഗത്തിൽ നിന്ന് മുന്നോട്ട്. നമ്മൾ നേരത്തെ ശിലായുഗത്തെക്കുറിച്ചും അവയുടെ ഡീറ്റെയിൽസ് ഒക്കെ ചെറിയ ക്ലാസ്സുകളിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. കുറേയധികം വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ നിന്ന് മാനവ സമൂഹം, നമ്മൾ എല്ലാവരും ഉൾപ്പെടുന്ന ഈ ഒരു മാനവ സമൂഹം വിവിധ ഘട്ടങ്ങളിൽ ആർജിച്ച ശേഷികളെ കുറിച്ചാണ് പൊതുവെ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നമ്മൾ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ജവഹർലാൽ നെഹ്റു എഴുതിയിട്ടുള്ള ഒരു അച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്ന ഒരു എഴുത്തിന്റെ ഒരു ഭാഗം വായിച്ചുകൊണ്ടാണ് തുടങ്ങിയത്. ഇവിടെ നമുക്ക് അത് തന്നെയാണ് തന്നിട്ടുള്ളത്. ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്ന ഒരു ഭാഗത്തിൽ നിന്ന്, രചനയുടെ ഭാഗത്തിൽ നിന്നുള്ള ഒരു പോർഷനാണ് ഇവിടെ തന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം. മനുഷ്യരും മറ്റു ജീവികളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം മനുഷ്യരുടെ ബുദ്ധിശക്തി തന്നെയാണെന്ന് കഴിഞ്ഞ കത്തിൽ കണ്ടുവല്ലോ. ബുദ്ധിശക്തി ഇല്ലായിരുന്നുവെങ്കിൽ വലിയ കാട്ടുജന്തുക്കൾ മനുഷ്യരെ നശിപ്പിച്ചു കളയുമായിരുന്നു. ആദിമ മനുഷ്യർക്ക് തന്റെ ശത്രുക്കളോട് പൊരുതാൻ പ്രത്യേകം ആയുധങ്ങൾ ഉണ്ടായിരുന്നില്ല. അവയുടെ നേരെ കല്ലെറിയാൻ മാത്രമേ അവർക്ക് കഴിയുമായിരുന്നുള്ളൂ. പിന്നെ അവർ കല്ലുകൊണ്ട് മഴു, കുന്തം എന്നിവ പോലുള്ള ഉപകരണങ്ങളും കൽസൂചികളും ഉണ്ടാക്കാൻ പഠിച്ചു. ഇത്തരത്തിലുള്ള അനേകം ശിലായുധങ്ങൾ സൗത്ത് കെൻസിംഗ്ടൺ, ലണ്ടനിലെ കാഴ്ച ബംഗ്ലാവിലും ജനീവയിലെ കാഴ്ച ബംഗ്ലാവിലും കാണുകയുണ്ടായല്ലോ. ഇതാണ് അദ്ദേഹത്തിന്റെ മകൾക്ക് അയച്ച ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്ന കൃതിയിലുള്ളത്. ഇതില് നമുക്ക് ആദിമ മനുഷ്യരുടെ ജീവിതത്തെ കുറിച്ച് ലഭിക്കുന്ന സൂചനകളാണ് ഇവിടെ. ആദ്യം എന്താണ്, ആദിമ മനുഷ്യർക്ക് ശത്രുക്കളോട് പൊരുതാൻ തക്ക വിധത്തിലുള്ള ആയുധങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അവയെ കല്ലെറിയുക മാത്രമാണ് ചെയ്തത്. പിന്നീട് അവർ എന്താണ്, അത്തരത്തിലുള്ള കല്ലുകൾ കൊണ്ട്, ശിലകൾ കൊണ്ട് ആയുധങ്ങളും ഉപകരണങ്ങളും ഒക്കെ ഉണ്ടാക്കി അത്തരത്തിലൊരു പുരോഗതി കാണാൻ സാധിച്ചു എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ അവർ മൃഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടും വേട്ടയാടുന്നതിന് വേണ്ടിയിട്ടും ഒക്കെയാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഈ പറഞ്ഞ ആവശ്യങ്ങൾക്കൊക്കെയായി മനുഷ്യർ നിർമ്മിച്ച ഉപകരണങ്ങൾ തുടക്കത്തിൽ ശിലകൾ കൊണ്ടുള്ളവയായിരുന്നു. പിൽക്കാലത്ത് ശില ലോഹങ്ങളായിട്ട് മാറിയില്ല. ഈ ശിലയുടെ സ്ഥാനത്ത് ലോഹങ്ങൾ റീപ്ലേസ് ചെയ്യപ്പെടുകയാണ് ചെയ്തത്. മനുഷ്യർ ഉപകരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ പുരാവസ്തു ഗവേഷകർ മാനവ ചരിത്രത്തെ വിവിധ ഘട്ടങ്ങളാക്കി തിരിക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്, ശിലകൾ ഉപയോഗിക്കുന്ന കാലമാണ് ശിലായുഗം. പിന്നീട് ലോഹങ്ങൾ ഉപയോഗിച്ചു വന്നപ്പോൾ അത് ലോഹയുഗവുമായിട്ട് മാറുന്നുണ്ട്. ഒരു അടിസ്ഥാന അറിവ് നമുക്ക് ഇതിനെ പറ്റി ഉണ്ടല്ലോ. ഒരല്പം കൂടി വിശദാംശങ്ങൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് പഠിക്കും. അപ്പൊ ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ശിലായുഗമാണ് ആദ്യം ഉപയോഗിച്ചിരുന്ന ശിലകൾ കൊണ്ടുള്ള ആയുധം ഉപയോഗിച്ചിരുന്ന ഒരു കാലഘട്ടമാണ് ശിലായുഗം. ശിലായുഗത്തിൽ നിന്ന് ലോഹയുഗത്തിലേക്ക് ഒരു മാറ്റമാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അവിടെ മെറ്റൽ യൂസ് ചെയ്യുന്നു, മെറ്റൽ ഏജ് സംഭവിക്കുന്നു. ശിലായുഗത്തെ പ്രധാനമായും 3 വിധത്തിൽ വിഭജിക്കുന്നുണ്ട്. എന്തിന്റെ പേരിലാണ്? ശിലയിൽ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളുടെ മാറ്റങ്ങൾക്കനുസരിച്ച് ഓരോ തവണ, ഓരോ കാലം മുന്നോട്ട് പോകുമ്പോഴും എന്താണ്, ശിലകളുടെ ഉപയോഗവും അവ എങ്ങനെയെല്ലാം ഉപയോഗിക്കുന്നു എന്നതിലൊക്കെ മാറ്റം വന്നു തുടങ്ങി. അതുപോലെ ഓരോ ആയുധങ്ങളിലും പോളിഷ്ഡ് ആയിട്ടും മറ്റു രീതിയിലുമൊക്കെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. അത്തരത്തിലാണ് ഈ ഒരു ഡിമാർക്കേഷൻ വന്നിട്ടുള്ളത്. ഒന്നാമത് പ്രാചീന ശിലായുഗമാണ്, പാലിയോലിത്തിക് ഏജ് ആണ്. മധ്യശിലായുഗം രണ്ടാമത്, മീസോലിത്തിക് ഏജ്. ഏറ്റവും പുതിയത് എന്ന അർത്ഥത്തിൽ നവീന ശിലായുഗം, നിയോലിത്തിക് ഏജുമാണ് മൂന്നാമത്തെ ശിലായുഗ വിഭാഗം എന്ന് പറയുന്നത്. അടുത്തത് ലോഹയുഗമാണ്. ആദ്യം കണ്ടെത്തിയത് ചെമ്പാണെങ്കിലും ചെമ്പിന് ഒരു ഉപകരണങ്ങളൊക്കെ ഉണ്ടാക്കത്തക്ക വിധത്തിലുള്ള ബലമില്ല എന്നതിന്റെ പേരിൽ പിന്നീട് വെങ്കലം കണ്ടെത്തുകയാണ് ചെയ്തത്. ആ ഒരു കാലഘട്ടത്തിനെയാണ് എന്താണ് പറയുന്നത്, ബ്രോൺസ് ഏജ് അഥവാ വെങ്കല യുഗം എന്ന് പറയുന്നു. പിന്നീട് അത് ഇരുമ്പ് യുഗത്തിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അത്തരത്തിൽ ലോഹയുഗം 2 തരത്തിലാണ്, വെങ്കല യുഗവും ഇരുമ്പ് യുഗവും. ഓക്കെ, അപ്പൊ അവയെക്കുറിച്ച് നമുക്ക് വിശദമായി പഠിക്കാം. ശിലായുഗം, മാനവ ചരിത്രത്തിന്റെ ആദ്യഘട്ടത്തെ ശിലായുഗം എന്ന് വിളിച്ചത് എന്തിനായിരുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. നമുക്ക് ഇതിനെ പറ്റി അറിയാം. അക്കാലത്ത് മനുഷ്യർ ഉപകരണങ്ങളും ആയുധങ്ങളും പ്രധാനമായും നിർമ്മിച്ചിരുന്നത് കല്ലുകൊണ്ടാണ്. അതിനാൽ ചരിത്രകാരർ ആ കാലഘട്ടത്തെ ശിലായുഗം എന്ന് വിശേഷിപ്പിക്കുന്നു. കല്ലുകൾ കൊണ്ടുള്ള ഉപകരണങ്ങളുടെ നിർമ്മാണ രീതിയെ അടിസ്ഥാനമാക്കി ശിലായുഗത്തെ പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം എന്നിങ്ങനെ 3ആയി തിരിച്ചു. ഇവയും നമുക്ക് വ്യക്തമായി അറിയാവുന്നവയാണ്.
ഇനി അവയുടെ വിശദാംശങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. നമ്മൾ പഠിച്ചവ തന്നെ ഒന്നുകൂടി നമ്മൾ ഉറപ്പിക്കുന്നു, അറിയാത്തവ നമ്മൾ ആഡ് ഓൺ ചെയ്തു. ഓക്കെ, പ്രാചീന ശിലായുഗം, പാലിയോലിത്തിക് ഏജ്. പരുക്കൻ ശിലാ ഉപകരണങ്ങളാണ് പ്രാചീന ശിലായുഗ കാലഘട്ടത്തിലെ ഉപകരണങ്ങളുടെ പ്രധാന സവിശേഷത. അവിടെ ഉപയോഗിച്ചിരുന്നത് പരുക്കൻ ശിലകളാണ്, പരുക്കൻ കല്ലുകളാണ് ഇവിടെ ഉപകരണങ്ങളായി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അതാണ് പ്രാചീന ശിലായുഗം, പാലിയോലിത്തിക് ഏജ്. ഇതിൽ പാലിയോസ് എന്നാൽ പ്രാചീനം എന്നാണ് അർത്ഥം, പ്രാചീനം. ലിത്തോസ് അല്ലെങ്കിൽ ലിത്തിക് എന്ന് പറഞ്ഞാൽ ശില എന്നാണ് അർത്ഥം. അത്തരത്തിൽ പ്രാചീന ശില എന്ന അർത്ഥത്തിൽ തന്നെയാണ് ഈ ഒരു വാക്ക് വന്നിട്ടുള്ളത്, പാലിയോലിത്തിക് ഏജ്. ഇത്തരത്തിലുള്ള രണ്ട് ഗ്രീക്കു പദങ്ങളിൽ നിന്ന്, പാലിയോസ്, ലിത്തോസ് എന്നീ രണ്ട് ഗ്രീക്കു പദങ്ങളിൽ നിന്നാണ് പാലിയോലിത്തിക് എന്ന ഈ ഒരു പദം രൂപം കൊണ്ടിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഇവിടെ പരുക്കൻ ശിലയാണ് ഉപയോഗിക്കുന്നത്. ആദിമ മനുഷ്യരുടെ ജീവനോപാധികളുമായി ബന്ധപ്പെട്ടതാണ് ഉപകരണങ്ങളുടെ നിർമ്മാണം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാനും അതുപോലെ വേട്ടയാടുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് അവരുടെ ജീവനോപാധിയായിട്ടാണ് അവർ ഉപകരണങ്ങൾ നിർമ്മിക്കുന്നത്, ഉപകരണങ്ങൾ കണ്ടെത്തുന്നതൊക്കെ. ഉപകരണങ്ങളുടെ ഉപയോഗത്തിൽ 3 പ്രധാന ഘട്ടങ്ങൾ ഉണ്ടായിരുന്നതായിട്ടാണ് പുരാവസ്തു ഗവേഷകർ പറയുന്നത്. ഏതൊക്കെയാണ്? ഒന്നാമത് അവ പ്രയോജനപ്പെടുത്തലാണ്, യൂട്ടിലൈസേഷൻ ആണ്. എങ്ങനെ? ലഭ്യമായ കല്ലുകളെ രൂപമാറ്റം വരുത്താതെ തന്നെ ഉപയോഗിക്കുന്ന രീതി, ജസ്റ്റ് അവയെ പ്രയോജനപ്പെടുത്തുകയാണ്. ലഭ്യമായ കല്ലുകൾ എങ്ങനെയാണോ അപ്രകാരം തന്നെ രൂപം മാറ്റം വരുത്താതെ അവയെ ഉപയോഗിക്കുന്ന രീതിയാണ് ആദ്യത്തേത്. രണ്ടാമത് രൂപം മാറ്റം വരുത്തലാണ്, ഫാഷനൈസിങ്. അവിടെ എന്താണ് സംഭവിക്കുന്നത്? ലഭ്യമായിട്ടുള്ള കല്ലുകളെ അവർ ആവശ്യാനുസരണം രൂപമാറ്റം വരുത്തിക്കൊണ്ടാണ് ഉപയോഗിക്കുന്നത്. രൂപമാറ്റം വരുത്തി അവർക്ക് ആവശ്യമുള്ളതുപോലെ കല്ലുകളെ മാറ്റി ഉപയോഗിക്കുന്നു. മൂന്നാമത് ക്രമവൽക്കരണമാണ്, സ്റ്റാൻഡർഡൈസേഷൻ. അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഓരോ ആവശ്യത്തിനും അവർക്ക് പ്രത്യേകം ഉപകരണങ്ങൾ നിർമ്മിക്കാനായിട്ട് കഴിയും. അവർ ശിലകളിൽ നിന്ന്, കല്ലുകളിൽ നിന്ന് അവരുടേതായിട്ടുള്ള ആവശ്യത്തിന് ക്രമവൽക്കരിച്ചുകൊണ്ട് ഓരോ ആവശ്യത്തിനും പ്രത്യേകതരം ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന രീതിയാണ് അവിടെ നെയ്തെടുക്കുന്നത്. അപ്പൊ ഇത്തരത്തിലാണ് 3 തരത്തിൽ ഉപകരണങ്ങളുടെ ഉപയോഗത്തിനനുസരിച്ച് 3 തരത്തിലാണ് പുരാവസ്തു ഗവേഷകർ 3 ഘട്ടങ്ങൾ ഉണ്ടായിരുന്നതായിട്ടാണ് പറയപ്പെടുന്നത്. 1 പ്രയോജനപ്പെടുത്തൽ, 2 രൂപം മാറ്റം വരുത്തൽ, 3 ക്രമവൽക്കരണം. പ്രാചീന ശിലായുഗത്തിലെ വിവിധ ഘട്ടങ്ങളിൽ ആദിമ മനുഷ്യർ ഉപയോഗിച്ച വ്യത്യസ്ത ഉപകരണങ്ങളുടെ ചിത്രങ്ങളാണ് ഇതെവിടെ തന്നിട്ടുള്ളത്. ഇതിൽ നമുക്ക് മനസ്സിലാക്കാം, ഉരുളൻ കല്ലുപകരണങ്ങളുണ്ട്, പെബിൾ ടൂൾസ് ആണ്. അടുത്തത് ദ്വിമുഖ മാതൃശില ഉപകരണങ്ങളാണ്, ബൈഫേസ് കോർ ടൂൾസ് ആണ് ഇത്. മൂന്നാമത് കൽച്ചീൾ ഉപകരണങ്ങളാണ്, ഫ്ലേക്ക് ടൂൾസ്. ഇവ 3ഉം തന്നെ ഷെയ്പ്പിലും അതുപോലെ മൂർച്ചയിലും അതുപോലെ തന്നെ ഇവയുടെ ഉപയോഗത്തിലും ഒക്കെ വ്യത്യാസം നിലനിർത്തിയിരുന്നവയാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ അത്തരത്തിലുള്ള വ്യത്യാസങ്ങളൊക്കെ മനസ്സിലാക്കാവുന്നവയാണ്. ഈ ഉരുളൻ കല്ലുകൾ ഇവയെ പ്രധാനമായിട്ടും വലിയ മാറ്റങ്ങളൊന്നും വരുത്താതെ, ഇവ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നേരെ കാര്യമായ മാറ്റമൊന്നും വരുത്താതെ ഉരുളൻ കല്ലുകളെ അതുപോലെ തന്നെയാണ് ഉപകരണങ്ങളായി ഉപയോഗിക്കുന്നത്. ഇനി ദ്വിമുഖ മാതൃശില ഉപകരണങ്ങളിലേക്ക് വരുമ്പോൾ ഇവർ മാതൃശിലകളുടെ ഇരുവശങ്ങളും ചെത്തിയെടുത്ത് നിർമ്മിക്കത്തക്ക വിധത്തിലാണ് ഇവ ഉപയോഗിക്കുന്നത്. പിന്നീട് കൽച്ചീൾ ഉപകരണങ്ങളിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ, മാതൃശിലകളിൽ നിന്നും കൽച്ചീളുകൾ അടർത്തിയെടുത്ത് നിർമ്മിക്കുന്ന തരത്തിലുള്ള ഉപകരണങ്ങളാണ് ഈ കൽച്ചീൾ ഉപകരണങ്ങൾ എന്ന് പറയുന്നത്. പിന്നീട് നമുക്ക് തന്നിട്ടുള്ള ഉദാഹരണങ്ങൾ വെട്ടിമുറിക്കാനുള്ള കല്ലുപകരണങ്ങൾ, ചോപ്പർ ആൻഡ് ചോപ്പിംഗ് ടൂൾസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ബ്ലേഡ് സാങ്കേതിക രീതിയിൽ നിർമ്മിച്ച ശിലാ ഉപകരണങ്ങളാണ് അടുത്തത്. ഈ വെട്ടിമുറിക്കാനുള്ള കല്ലുപകരണങ്ങൾ മൂർച്ചയുള്ളതാണ്, അതുപോലെ വലുതാണ്, ഭാരമുള്ളതാണ്. ഇവ വെട്ടുവാനും മുറിക്കുവാനും ഒക്കെ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇനി ബ്ലേഡ് സാങ്കേതിക രീതിയിൽ നിർമ്മിച്ച ശിലാ ഉപകരണങ്ങളിലേക്ക് വരുമ്പോൾ ഇവ പ്രത്യേകിച്ചും ബ്ലേഡ് രീതിയിലുള്ളതായതുകൊണ്ട് തന്നെ ഇവ നല്ല മൂർച്ചയുള്ളതായിരിക്കും. വിവിധ തരം ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നതാണ്, മൂർച്ചയുള്ള ഉപകരണങ്ങളാണ്. ഇവ ഓരോന്നും തന്നെ ഓരോ വ്യത്യസ്ത ആവശ്യത്തിനും അത്യാവശ്യത്തിനുമായിട്ടൊക്കെയുള്ള സവിശേഷ ഉപകരണങ്ങളായിട്ടാണ് ഉപയോഗിച്ച് വന്നിരുന്നത്. അപ്പോൾ നമ്മൾ കണ്ടു എത്രയധികം വൈവിധ്യമാർന്ന രീതിയിലുള്ള ഉപകരണങ്ങളാണ് ശിലയിൽ നിന്ന് തന്നെ ആദിമ മനുഷ്യർ കണ്ടെത്തിയിരുന്നത്. അപ്പൊ അവിടെ നമ്മൾ പറഞ്ഞ ഒന്നാണ് മാതൃശിലകളും കൽച്ചീളുകളും. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം, എന്താണ് ഇവ എന്നുള്ളത് നമുക്ക് നോക്കാം. കോർ ആൻഡ് ഫ്ലേക്സ്. ഒരു കഷ്ണം കല്ലിനെ 2ഓ അതിലധികമോ കഷ്ണങ്ങളായി പൊട്ടിക്കുമ്പോൾ അതിൽ ഏറ്റവും വലിയ കഷ്ണത്തെയാണ് മാതൃശില എന്ന് പറയുന്നത്. മാതൃശില.
ചെറിയ കഷ്ണങ്ങളെ കൽച്ചീളുകൾ എന്നും വിളിക്കുന്നുണ്ട്. അതാണ് ഫ്ലേക്സ്. ഒരു കഷ്ണം കല്ലിനെ രണ്ടോ അതിലധികമോ കഷ്ണങ്ങളാക്കി പൊട്ടിക്കുമ്പോൾ അതിലെ വലിയ ശിലയെ കോർ എന്നും അതിലെ ചെറിയ കഷ്ണങ്ങളെ കൽച്ചീളുകൾ എന്നുമാണ് വിളിക്കുന്നത്. മാതൃശില കൊണ്ട് നിർമ്മിക്കുന്നവയെ മാതൃശിലാ ഉപകരണങ്ങൾ എന്നും കൽച്ചീളുകൾ കൊണ്ട് നിർമ്മിക്കുന്നവയെ കൽച്ചീൾ ഉപകരണങ്ങൾ എന്നും വിളിക്കുന്നു. അതാണ് ഇവിടെ പറഞ്ഞ മാതൃശിലാ ഉപകരണങ്ങളാണ് ഇവ. മാതൃശിലയിൽ 2 ഭാഗം ചെത്തിക്കളഞ്ഞ തരത്തിലുള്ള ഉപകരണങ്ങളാണ് ഇത്. കൽച്ചീൾ ഉപകരണങ്ങളാണ്. ഇവിടെ പിക്ചറിൽ തന്നിട്ടുള്ളത് പോലെ വലിയൊരു കല്ലിനെ 2ആയിട്ട് പൊട്ടിക്കുകയാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പൊ വലിയ ഭാഗം മാതൃശിലയും ചെറിയ ഭാഗം കൽച്ചീള് ഫ്ലേക്കുമായിട്ടാണ് മാറുന്നത്. പ്രാചീന ശിലായുഗത്തിന്റെ അവസാന ഘട്ടത്തിൽ ശിലകൾ കൊണ്ട് നിർമ്മിച്ച ഉപകരണങ്ങൾക്ക് പുറമെ അസ്ഥികൾ കൊണ്ട് നിർമ്മിച്ച ഉപകരണങ്ങളും മനുഷ്യർ ഉപയോഗിച്ചിരുന്നു. പ്രാചീന കാലത്ത് അവർ ശിലകൾ കൊണ്ട് മാത്രമല്ല മൃഗങ്ങളുടെയും മറ്റും അസ്ഥികൾ കൊണ്ടും അവർ ഉപകരണങ്ങൾ നിർമ്മിച്ചിരുന്നു. ഇപ്പൊ ഇവിടെ പിക്ചറിൽ കൊടുത്തിരിക്കുന്നത് അതാണ്. ഇവയോരോന്നും തന്നെ വ്യത്യസ്ത തരത്തിലുള്ള ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായിട്ട് അവർ ഉപയോഗിച്ചിരുന്നതാണ്. ഇത് ഒന്നാമത് തന്നിട്ടുള്ളത് പിളർപ്പുള്ള അസ്ഥിമുനയാണ്. സ്പ്ലിറ്റ് ബേസ്ഡ് ബോൺ പോയിന്റ് ആണ് ഈ തന്നിരിക്കുന്നത്. രണ്ടാമത് കാണാൻ പറ്റുന്നത് കുന്തമെറിയുന്നതിനായിട്ടുള്ള ഉപകരണമാണ്. സ്പിയർ ത്രോവർ ആണ് ഈ കാണുന്നത്. മൂന്നാമത് ചാട്ടുളിയാണ്. ചാട്ടുളി, ബോൺ ഹാർപ്പൻ എന്ന് പറയും, ചാട്ടുളി. അപ്പൊ ഇത്തരത്തിൽ അസ്ഥികൾ കൊണ്ട് നിർമ്മിച്ച ഉപകരണങ്ങളും അവർ മനുഷ്യർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇവിടെ നോക്കിക്കേ, ഇത് ഇവിടെ തന്നിട്ടുള്ളത് പ്രാചീന മനുഷ്യരുടെ കലാസൃഷ്ടികളാണ്. അത്തരത്തിലുള്ള ചിത്രങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇതിൽ നമുക്ക് കാണാം ലളിതമായിട്ടുള്ള ഒഴുക്കൻ വരകളുണ്ട്. അതുപോലെ ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രാചീന ശിലായുഗത്തില് ആശയവിനിമയത്തിനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ചിത്രങ്ങളും ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിൽ മൃഗങ്ങളുടെ ചിത്രീകരണം നമുക്ക് കാണാനായി സാധിക്കുന്നുണ്ട്. ഷോവേ ഫ്രാൻസിലുള്ളതാണ്, അതുപോലെ ലാസ്കോ ഫ്രാൻസിലുള്ള. ഇവ രണ്ടും നമുക്ക് തരുന്നത് എന്താണ്? മൃഗങ്ങളെ കുറിച്ചുള്ള ചിത്രങ്ങളാണ്. അതുപോലെ മൃഗത്തിന്റെയും സ്ത്രീയുടെയും പിക്ചറാണ് നമുക്ക് ഇവിടെ കുസാക്ക് എന്ന ഫ്രാൻസിൽ നിന്നുള്ള ഗുഹയിൽ കോറിയിട്ട ചിത്രങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. ഈ മുകളിൽ തന്നിരിക്കുന്ന ഈ ഒരു പ്രതിമ വീനസ് പ്രതിമ എന്നാണ് പറയുന്നത്. ആനക്കൊമ്പിൽ നിർമ്മിച്ച ശില്പമാണിത്. സറേക്സ് എന്ന റഷ്യയിൽ നിന്നുള്ള ഒരു ഉദാഹരണമാണ് ഈ തന്നിട്ടുള്ളത്. ഇവയെല്ലാം തന്നെ ഏതെങ്കിലും അനുഷ്ഠാനമായിട്ടോ വിശ്വാസമായിട്ടോ ഒക്കെ ബന്ധമുള്ളതാണ് എന്നാണ് പുരാവസ്തു ശാസ്ത്രജ്ഞർ, പുരാവസ്തു ഗവേഷകരൊക്കെ അഭിപ്രായപ്പെടുന്നത്. പിന്നീട് ഇവിടെ തന്നിട്ടുള്ള ഈ ഒരു സ്പെയിനിലെ ലാഗർമ ഗുഹകളിൽ നിന്നും കണ്ടെത്തിയ അസ്ഥികളിലെ കൊത്തുപണികളൊക്കെ പ്രാചീന കാലത്തെ മനുഷ്യരുടെ കലാവൈദഗ്ധ്യത്തിന്റെ തെളിവായിട്ടാണ് പറയപ്പെടുന്നത്. അവിടെ നമ്മൾ പറഞ്ഞിരുന്ന ഗുഹാചിത്രങ്ങൾ വരയ്ക്കുന്നതിന് വിവിധ തരത്തിലുള്ള നിറങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ചെടികൾ, മരത്തിന്റെ തോല്, കായ്കൾ എന്നിവയൊക്കെ അരച്ച് ചെങ്കൽ പൊടി ചേർത്തിട്ടാണ് ഈ പറഞ്ഞ നിറങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ചെടികൾ, മരത്തിന്റെ തോലുകൾ, കായ്കൾ എന്നിവയൊക്കെ അരച്ചുകൊണ്ട് അവയിൽ ചെങ്കൽ പൊടി ചേർത്തുകൊണ്ടാണ് അന്നത്തെ കാലത്ത് നിറങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. അത്തരത്തിൽ വർണ്ണശബളമായിട്ടുള്ള ചിത്രങ്ങളും ഇത്തരത്തിലുള്ള ഗുഹാ ചിത്രങ്ങളിൽ നമുക്ക് കാണാനായിട്ട് പ്രാചീന ശിലായുഗത്തിൽ കാണാനായി സാധിക്കും. സൂര്യപ്രകാശം എത്താൻ കഴിയാത്ത ഗുഹകളുടെ ഉൾഭിത്തികളിലാണ് ചിത്രം വരച്ചിരുന്നത്. കൽസൂചികളും മുനയുള്ള ആയുധങ്ങളും ഉപയോഗിച്ചാണ് ഇത്തരം ചിത്രങ്ങൾ അവർ വരച്ചിരുന്നത്. കൽസൂചികൾ ഉപയോഗിച്ചിരുന്നു, മുനയുള്ള ആയുധങ്ങളും. അത്തരത്തിൽ ശക്തിയുള്ള പ്രതലത്തിലല്ലേ അവർ വരയ്ക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള പ്രതലങ്ങളിൽ വരയ്ക്കുമ്പോൾ കൽസൂചികളും മുനയുള്ള ആയുധങ്ങളും ഒക്കെ അവർക്ക് ആവശ്യമായി വന്നു. ഗുഹകളിലെ മേൽഭിത്തികളിലും ചിത്രങ്ങൾ വരച്ചിരുന്നതായി കാണാനായി സാധിക്കും. സൂര്യപ്രകാശം എത്താത്ത ഗുഹയുടെ ഉൾഭിത്തികളിലും മേൽഭിത്തികളിലും ഒക്കെ ചിത്രങ്ങൾ വരച്ചതായി കാണാനായി സാധിക്കുന്നുണ്ട്. പ്രാചീന മനുഷ്യർ ആർജിച്ച വൈജ്ഞാനിക വികാസത്തിന്റെയും സാങ്കേതിക വികാസത്തിന്റെയും തെളിവായിട്ടാണ് ഇത്തരം ചിത്രങ്ങളും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള ശില്പങ്ങളും ഒക്കെ കണക്കാക്കപ്പെടുന്നത്. അവരുടെ വൈജ്ഞാനിക വികാസവും സാങ്കേതിക വികാസവും ഒക്കെ അത്തരത്തിലുള്ള ചിത്രങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും. അത്തരത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഇവിടെ തന്നിട്ടുള്ളത്. നോക്കാം. പ്രാചീന ശിലായുഗം, അവർ എന്താണ് പരുക്കൻ കല്ലുകളാണ് ഉപയോഗിച്ചിരുന്നത്. ഗുഹകളിലും തുറസായ സ്ഥലങ്ങളിലുമൊക്കെ വസിച്ചിരുന്നവരായിരുന്നു പ്രാചീന ശിലായുഗവാസികൾ എന്ന് പറയുന്നത്. ഇവരുടെ ഉപജീവന മാർഗം, ഇവരുടെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗം എന്തായിരുന്നു? വേട്ടയാടലും അതുപോലെ ശേഖരണവും ഒക്കെ ആയിരുന്നു. ഇത്തരത്തിലായിരുന്നു അവരുടെ ഉപജീവനം നടന്നിരുന്നത്. പിന്നീട് ബാൻഡുകൾ, പറ്റങ്ങളായിരുന്നു അവരുടെ സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത്. നമ്മൾ പറയുന്നില്ലേ ഫാമിലിയാണ് ഒരു സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകം എന്ന്. അതുപോലെ പ്രാചീന ശിലായുഗത്തിലെ ഏറ്റവും അടിസ്ഥാന ഘടകമാണ് ബാൻഡുകൾ അഥവാ പറ്റങ്ങൾ. അതെന്താന്ന് നോക്കിയാല്
100-ൽ താഴെ അംഗങ്ങൾ ഉൾപ്പെടുന്ന ചെറു സമൂഹങ്ങളാണ് ബാൻഡുകൾ എന്ന് പറയുന്നത്. ബാൻഡുകൾ അഥവാ പറ്റങ്ങൾ എന്ന ഈ ഒരു വാക്ക് പ്രാചീന ശിലായുഗവുമായി ബന്ധപ്പെട്ടതാണെന്ന് മനസ്സിലാക്കണം. 100-ൽ താഴെ അംഗങ്ങൾ ഉൾപ്പെടുന്ന ചെറു സമൂഹങ്ങളെ പറ്റങ്ങൾ അഥവാ ബാൻഡുകൾ എന്ന് പറഞ്ഞു. രക്തബന്ധമാണ് ബാൻഡിലെ അംഗങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്നത്. അതൊരു ഫാമിലി തന്നെയാണ്. രക്തബന്ധത്തിലൂടെയുള്ള അംഗങ്ങളാണ് ആ ഒരു ബാൻഡിൽ ഉൾപ്പെട്ടിരുന്നത്. അപ്പൊ ബാൻഡുകളാണ് പ്രാചീന ശിലായുഗത്തിലെ മനുഷ്യരുടെ സമൂഹത്തിലെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത്. അവരുടെ ആ ഒരു സമൂഹത്തിലെ പുരുഷന്മാർ വേട്ടയാടലിലും സ്ത്രീകൾ ശേഖരണത്തിലുമാണ് ഏർപ്പെട്ടിരുന്നത്. ഇവരുടെ പ്രധാന ഉപജീവന മാർഗം എന്ന് പറയുന്നത് വേട്ടയാടലും ശേഖരണവുമായിരുന്നു. അതിൽ വേട്ടയാടൽ പുരുഷന്മാരും ശേഖരണം സ്ത്രീകളുമാണ് ചെയ്തിരുന്നത്. ഭക്ഷണം സംഭരിച്ചു വെച്ചിരുന്ന ഒരു ശീലം അവർക്കുണ്ടായിരുന്നില്ല. പ്രാചീന ശിലായുഗത്തിൽ ഭക്ഷണം സംഭരിച്ചു വെച്ചിരുന്നില്ല. മാത്രമല്ല അവർ ഒരു നാടോടി ജീവിതമാണ് നിലനിർത്തിയിരുന്നത്. ഒരു നാടോടി ജീവിതമാണ് പ്രാചീന ശിലായുഗ മനുഷ്യർ നിലനിർത്തിയിരുന്നത്. അപ്പൊ ഏകദേശം ഒരു ഐഡിയ നമുക്ക് അവരെ കുറിച്ച് കിട്ടി. നമ്മൾ നേരത്തെ കണ്ട ഉദാഹരണങ്ങൾ കണ്ടില്ലായിരുന്നു? ഷേവോ ഗുഹ, അതുപോലെ സറൈക്സ്, നമ്മൾ നേരത്തെ കണ്ട ആ ഒരു പ്രതിമ, അതുപോലെ കുസാക് ഗുഹ, ലാസ്കോ ഗുഹ, ലാഗർമ ഗുഹ, ഇവയുടെയൊക്കെ ലൊക്കേഷൻ ആണ് ലോക മാപ്പിൽ നമുക്ക് തന്നിട്ടുള്ളത്. ഇവ ഒന്ന് ജസ്റ്റ് നോക്കി വെച്ചാൽ മതി. ഓക്കെ, നമുക്കിനി മധ്യശിലായുഗത്തിലേക്ക് കടക്കാം. പ്രാചീന ശിലായുഗത്തിൽ നിന്നും നവീന ശിലായുഗത്തിലേക്കുള്ള പരിവർത്തനത്തിന്റെ ഘട്ടത്തിനെയാണ് നമ്മൾ മധ്യശിലായുഗം എന്ന് പറയുന്നത്. മധ്യശിലായുഗം അഥവാ മീസോലിത്തിക് ഏജ്. മെസോസ് എന്നാൽ മദ്യം എന്നാണ് അർത്ഥം, ലിത്തിക് എന്നാൽ ശില. അത്തരത്തിലുള്ള രണ്ട് ഗ്രീക്ക് വാക്കുകളിൽ നിന്ന് നമ്മൾ പ്രാചീന ശിലായുഗത്തിൽ പറഞ്ഞതുപോലെ തന്നെയാണ് മധ്യശിലായുഗം എന്ന മീസോലിത്തിക് ഏജ് എന്ന ഈ ഒരു പദം വന്നിട്ടുള്ളത്. ഇവിടെ ഈ ഒരു പിക്ചറിൽ തന്നിട്ടുള്ളത് മധ്യശിലായുഗത്തിലെ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളാണ്. ഇവിടെ നമുക്ക് കമ്പയർ ചെയ്ത് തന്നെ പഠിക്കണം. പ്രാചീന ശിലായുഗവുമായിട്ട് താരതമ്യ പഠനം നടത്തുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്? പ്രാചീന ശിലായുഗത്തിൽ ഉപയോഗിച്ചിരുന്നവയേക്കാൾ ചെറിയ ഉപകരണങ്ങളായി ഇവ എന്ന് നമുക്ക് മനസ്സിലാക്കാം. മധ്യശിലായുഗത്തിലേക്ക് വന്നപ്പോൾ ഉപകരണങ്ങൾ ചെറുതാവുകയാണ് ചെയ്തത്. അതുകൂടാതെ മൈക്രോലിത്തുകൾ അഥവാ സൂക്ഷ്മശിലകൾ എന്ന് വിളിക്കുന്ന കല്ലുപകരണങ്ങൾ ഉപയോഗിച്ചിരുന്ന ഒരു കാലം കൂടിയായിരുന്നു ഈ പറഞ്ഞ മധ്യശിലായുഗം. മൈക്രോലിത്തുകൾ അഥവാ സൂക്ഷ്മശിലകൾ ഉപയോഗിച്ചിരുന്ന കാലം ഏതാണ്? മധ്യശിലായുഗമാണ്. മധ്യശിലായുഗം. പൊതുവെ പ്രാചീന ശിലായുഗത്തിന്റെ അവസാന ഘട്ടത്തില് ആശയവിനിമയത്തിന്റെ ഒരു വികാസം കാണാനായിട്ട് സാധിച്ചിരുന്നു. എന്നാൽ നമ്മുടെ ഇന്ത്യയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അത് മധ്യശിലായുഗത്തിലാണ് കാണാൻ സാധിച്ചത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു മധ്യപ്രദേശിലെ ഭിംബേട്ക, ലഗ്ജോവർ, കഠോട്ടിയ എന്നീ ഗുഹാകേന്ദ്രങ്ങളിലെ കലാസൃഷ്ടികൾ ആദിമ മനുഷ്യന്റെ ജീവിത രീതികൾ മനസ്സിലാക്കി തരുന്ന വിധത്തിലുള്ളവയാണ്. ഇത് കണ്ടോ, ഇത് ഭിംബേട്കയിലെ പിക്ചറാണ്. ഭിംബേട്കയിൽ നിന്നും ലഭിച്ചതാണ് ഇതൊക്കെ. അതുപോലെ ലഗ്ജോവറിൽ നിന്ന് ലഭിച്ച പിക്ചേഴ്സ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ലഗ്ജോവറിൽ നിന്ന് ലഭിച്ചിട്ടുള്ളതാണ്. ഈ പ്രാചീന ശിലായുഗത്തിലെയും മധ്യശിലായുഗത്തിലെയും ഒക്കെ വിശദാംശങ്ങൾ മനസ്സിലാക്കാൻ ഇവയൊക്കെ നമ്മെ സഹായിച്ചിട്ടുണ്ട്. മൂന്നാമതൊന്ന് കഠോട്ടിയയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള പിക്ചറാണ് ഇത്. ഇതിൽ നിന്നെല്ലാം എന്താണ് നമുക്ക് ആദിമ മനുഷ്യരുടെ ജീവിത രീതികൾ മനസ്സിലാക്കാനായി സാധിക്കും. ഈ ഒരു ഭിംബേട്കയിൽ നിന്ന് ലഭിച്ച ചിത്രം നോക്കുകയാണെങ്കിൽ നമുക്ക് അവരുടെ കയ്യിൽ അമ്പും വില്ലും ഒക്കെ കാണാനായി സാധിക്കും. അവിടെ വേട്ടയാടലുണ്ട് എന്ന് മനസ്സിലാക്കാം. രണ്ടാമത് നമ്മൾ നോക്കുമ്പോൾ ഇത് കണ്ടോ, മീൻപിടുത്തമല്ലേ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ലഗ്ജോവറിൽ നിന്നുള്ള പിക്ചറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അവരുടെ ജീവിതത്തിൽ മീൻപിടുത്തം ഉണ്ടായിരുന്നു. മൂന്നാമത് വരുമ്പോൾ അവർ മൃഗങ്ങളെ പരിപാലിച്ചിരുന്നതായിട്ടും അതുപോലെ ഭക്ഷണമൊക്കെ പാകം ചെയ്ത് കഴിക്കുന്നതായിട്ടും ഒക്കെ തിരിച്ചറിയത്തക്ക വിധത്തിലുള്ള ചിത്രമാണ് കഥോട്ടിയിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ലഗ്ജോവറിലെ പിക്ചറിലേക്ക് നമ്മൾ വരുമ്പോൾ ഇവിടെ പിന്നീട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വേട്ടയാടൽ തരത്തിലുള്ള പിക്ചർ അല്ലേ. അപ്പൊ വേട്ടയാടൽ ഉണ്ടായിരുന്നു. നമുക്ക് ഇവിടെ വരുന്ന സമയത്ത് എന്താണ്, ഒരു ഷെൽട്ടർ പോലെ, ഒരു കുടുംബം പോലെയൊക്കെ അല്ലേ നമുക്ക് കാണാനായി സാധിക്കുന്നത്. ഭിംബേട്കയുടെ ചിത്രത്തിൽ നിന്നും ഇവിടെ ഒരു കുടുംബം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. കുടുംബത്തിന്റെ തരത്തിലുള്ള ഒരു പിക്ചറാണ് ഇത്. ലഗ്ജോവറിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ നൃത്തം ചെയ്യുന്നതായിട്ട്, അപ്പൊ അവിടെ ഒരു കല അഭ്യസിക്കുന്നതായിട്ടും അല്ലെങ്കിൽ പഠിക്കുന്നതായിട്ടും അത്തരത്തിലൊരു ആനന്ദ നൃത്തം എന്ന രീതിയിലൊക്കെ നൃത്തമാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഇതൊക്കെയായിരുന്നു ആ ഒരു കാലത്തെ നിവാസികളുടെ ജീവിത രീതി എന്ന് പറയുന്നത്. ആ ഒരു മധ്യശിലായുഗത്തിന്റെ സവിശേഷതകൾ പൊതുവെ എങ്ങനെയൊക്കെ നമുക്ക് പറയാമെന്ന് വെച്ചാൽ, മൈക്രോലിത്തുകൾ അഥവാ സൂക്ഷ്മശിലായുധങ്ങളാണ് അവർ ഉപയോഗിച്ചിട്ടുണ്ടായത്. മീസോലിത്തിൽ അല്ലെങ്കിൽ മെസോലിത്തിൽ മൈക്രോലിത്തുകൾ ഉപയോഗിച്ചിരുന്നു.
വേട്ടയാടലിനും ശേഖരണത്തിനും പുറമെ അവർക്ക് എന്തുണ്ടായിരുന്നു? മീൻപിടുത്തവും ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ പിക്ചറിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. മൃഗങ്ങളെ അവർ ഇണക്കി വളർത്തിയിട്ടുണ്ടായിരുന്നു. മൃഗങ്ങളെ ഇണക്കി വളർത്തിയതിന്റെ സൂചനകളും നമുക്കിവിടെ കാണാനായി സാധിക്കും. വിനോദം ഉണ്ടായിരുന്നു. വിനോദാടിസ്ഥാനത്തിലൂടെ നൃത്തം ചെയ്യുന്നതും മറ്റും നമുക്ക് കാണാനായി സാധിക്കും. ലിംഗാടിസ്ഥാനത്തിലുള്ള തൊഴിൽ വിഭജനവും കാണാനായി സാധിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട മധ്യശിലായുഗ കേന്ദ്രങ്ങളാണ് താഴെ തന്നിട്ടുള്ളത്. ഇംഗ്ലണ്ടിലെ സ്റ്റാർക്കാർ, ശ്രീലങ്കയിലെ ഫാഹിയാൻ ഗുഹ, ഇന്ത്യയിലെ ഉത്തർപ്രദേശിലുള്ള സരൈനഹർ റായ് എന്നിവയാണ് മധ്യശിലായുഗത്തിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ. സ്റ്റാർക്കാർ, ഫാഹിയാൻ ഗുഹ, സരൈനഹർ റായ് ഇവയെക്കുറിച്ചുള്ള ചെറിയ വിശദാംശം നമുക്കിവിടെ പഠിക്കാനുണ്ട്. സ്റ്റാർക്കാർ യൂറോപ്പിലെ മധ്യശിലായുഗ കേന്ദ്രമാണ്. സ്റ്റാർക്കാർ എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലാണ്. യൂറോപ്പിലെ പ്രധാനപ്പെട്ട മധ്യശിലായുഗ കേന്ദ്രങ്ങളിൽ ഒന്നാണ്. വടക്കു കിഴക്കൻ ഇംഗ്ലണ്ടിൽ കണ്ടെത്തിയ മധ്യശിലായുഗത്തിലെ ഒരു തുറസായ അധിവാസ കേന്ദ്രമാണ് സ്റ്റാർക്കാർ എന്ന് പറയുന്നത്. ജൈവ അവശിഷ്ടങ്ങളുടെ സാന്നിധ്യമാണ് ഈ കേന്ദ്രത്തിന്റെ പ്രധാന സവിശേഷത. ജൈവ അവശിഷ്ടങ്ങളുടെ സാന്നിധ്യമാണ് ഈ കേന്ദ്രത്തിന്റെ പ്രധാനപ്പെട്ട സവിശേഷത. ശിലകൾ കൊണ്ടും അസ്ഥികൾ കൊണ്ടും നിർമ്മിച്ച ഉപകരണങ്ങൾ ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ സ്റ്റാർക്കാർ എന്ന ഈ ഒരു മധ്യശിലായുഗ കേന്ദ്രത്തിൽ നിന്ന്. ഇത് എവിടെയാണ് കാണപ്പെടുന്നത്? ഈ ഒരു ഭാഗത്തായിട്ടാണ് കാണപ്പെടുന്നത്. മാപ്പിൽ ഇങ്ങനെയാണ് വരുന്നത്. ഇത് യുണൈറ്റഡ് കിങ്ഡത്തിന്റെ ഭാഗമാണ്. ഇവിടെയായിട്ടാണ് സ്റ്റാർക്കാർ എന്ന ഈ ഒരു കേന്ദ്രം കാണപ്പെടുന്നത്. ഇവിടെ എന്താണ് കണ്ടെത്തിയത്? ശിലകൾ കൊണ്ടും അതുപോലെ അസ്ഥികൾ കൊണ്ടും നിർമ്മിച്ചിട്ടുള്ള ഉപകരണങ്ങൾ അവർ കണ്ടെത്താനായി സാധിച്ചിട്ടുണ്ട്. ആദ്യകാല മരപ്പണികളുടെ തെളിവും ഈ പറഞ്ഞ മധ്യശിലായുഗ കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചു. അവിടെ മരപ്പണി ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആദിമ മനുഷ്യർ ഈ പ്രദേശത്തെ താൽക്കാലികമായി ഉപയോഗിച്ചിരുന്നു എന്ന് കരുതപ്പെടുന്ന വിധത്തിലാണ് ഇവിടെയുള്ള തെളിവുകൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അടുത്തത് സരൈനഹർ റായ് ആണ്. ഇന്ത്യയിലെ മധ്യശിലായുഗ കേന്ദ്രം എവിടെയാണ്? നമ്മൾ പറഞ്ഞത് ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശിലെ പ്രതാപ് നഗർ ജില്ലയിലെ ഓക്സ്ബോ തടാകക്കരയിലാണ്. എന്താണ് ഓക്സ്ബോ എന്നൊക്കെ അറിയാലോ അല്ലെ? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ കണക്ട് ചെയ്ത് ഓർക്കണം കേട്ടോ, എന്നാലേ നമുക്ക് ഇതൊക്കെ പരീക്ഷയ്ക്ക് ഉപകരിക്കുള്ളൂ. അപ്പോൾ ഓക്സ്ബോ തടാകക്കരയിലാണ് സരൈനഹർ റായ് സ്ഥിതി ചെയ്യുന്നത്. ഉത്തർപ്രദേശിലാണ് സരൈനഹർ റായ് വരുന്നത്. ഓക്സ്ബോ തടാകക്കരയിലാണ് സരൈനഹർ റായ്. മധ്യശിലായുഗത്തിന്റെ പ്രധാന സവിശേഷതയായ മൈക്രോലിത്തുകൾ ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. സരൈനഹർ റായിൽ നിന്ന് മൈക്രോലിത്തുകൾ കണ്ടെത്തി. മൈക്രോലിത്തുകൾ അഥവാ സൂക്ഷ്മ ശിലകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് സരൈനഹർ റായിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ലഭിച്ച ഉയരമുള്ള മനുഷ്യരുടെ അസ്ഥികൾ വളരെ പ്രധാനപ്പെട്ട പുരാവസ്തു തെളിവാണ്. ഇവിടെ പുരുഷന്മാരുടെ ഉയരം 180 സെന്റിമീറ്ററിലും സ്ത്രീകളുടെ ഉയരം 170 സെന്റിമീറ്ററുമായിട്ടാണ് പറയപ്പെടുന്നത്. വേട്ടയാടലിന് അമ്പും വില്ലും ഉപയോഗിച്ചിരുന്നതായി കരുതുന്നു. വിത്തുകൾ ശേഖരിക്കുകയും സംഭരിക്കുകയും ചെയ്തിരുന്നു. മൃഗത്തോലുകൾ വസ്ത്രങ്ങളായി ഉപയോഗിച്ചിരിക്കുന്നതിനും തെളിവുകളുണ്ട് എന്നാണ് പറയുന്നത്. മൃഗത്തോലുകളാണ് അവർ വസ്ത്രങ്ങളായി ഉപയോഗിച്ചിരുന്നത്. ഭക്ഷണത്തിനായിട്ട് അവർ വിത്തുകൾ ശേഖരിക്കുകയും അവ സംഭരിക്കുകയും ചെയ്തിരുന്നതിനുള്ള തെളിവുകളുണ്ട്. അവർ വേട്ടയാടലും കൊണ്ട് നടന്നിരുന്നു. അമ്പും വില്ലും ഒക്കെ കാണപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അവർ ഉയരം കൂടിയവരായിരുന്നു. പുരുഷന്മാർ 180 സെന്റിമീറ്റർ ഉയരമുള്ള പുരുഷന്മാരുടെയും 170 സെന്റിമീറ്റർ ഉയരമുള്ള സ്ത്രീകളുമാണ് അവിടെ ഉണ്ടായിരുന്നത് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. അത്തരത്തിൽ ഉയരമുള്ള മനുഷ്യരുടെ അസ്ഥികളാണ് പുരാവസ്തു തെളിവായി അവർക്ക് ഉത്തർപ്രദേശിൽ നിന്ന് സരൈനഹർ റായിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. ഇനി നവീന ശിലായുഗത്തിലേക്ക് പോകുമ്പോൾ നിയോലിത്തിക് ഏജ്, നവീനം എന്നാൽ പുതിയത്, ഉള്ളത് ഏറ്റവും പുതിയത് എന്നൊരു അർത്ഥമാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. മനുഷ്യ ജീവിതത്തിൽ സമൂലമായ മാറ്റത്തിന് തുടക്കം കുറിച്ച കാലമാണ് നവീന ശിലായുഗം, നിയോലിത്തിക് ഏജ്. നിയോസ് എന്നാൽ നവീനം, ലിത്തോസ് എന്നാൽ ശില, ലിത്തിക് എന്നാൽ ശില. ഇനി അത് മാറില്ലല്ലോ. ഏത് പദത്തിന്റെ ഒപ്പം ലിത്തിക് അല്ലെങ്കിൽ ലിത്തോസ് എന്നൊരു കണ്ടിട്ടുണ്ടെങ്കിൽ എന്താണ്? അത് ശിലയാണ്. ഈ പദത്തിൽ നിന്നാണ് നിയോലിത്തിക് എന്ന ഈ ഒരു പദം രൂപം കൊണ്ടിട്ടുള്ളത്. മാൻ മേക്സ് ഹിംസെൽഫ്, മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്നു എന്ന ഗ്രന്ഥത്തിൽ ഗോർഡൻ ചൈൽഡ് മനുഷ്യ ജീവിതത്തെ മാറ്റിമറിച്ച നവീന ശിലായുഗത്തിലെ 2 സുപ്രധാന മാറ്റങ്ങളെ സൂചിപ്പിക്കുന്നത് ഇവിടെ താഴെ പറയുന്ന വിധത്തിലാണ്. എങ്ങനെയാണ്? മനുഷ്യ സമ്പദ് വ്യവസ്ഥയെ ആകെ മാറ്റിമറിച്ച ആദ്യ വിപ്ലവം. മനുഷ്യന് തന്റെ ഭക്ഷണ ലഭ്യതയിന്മേൽ നിയന്ത്രണം നേടിക്കൊടുത്തു. ഭക്ഷ്യയോഗ്യമായ ചെടികളും വേരുകളും വൃക്ഷങ്ങളും തിരഞ്ഞെടുത്ത് നടാനും കൃഷി ചെയ്യാനും മെച്ചപ്പെടുത്താനും തുടങ്ങി.
തനിക്ക് നൽകാൻ സാധിക്കുന്ന കന്നുകാലി തീറ്റയുടെയും കൊടുക്കാൻ കഴിയുന്ന സംരക്ഷണത്തിന്റെയും ചെലുത്താവുന്ന ദീർഘദൃഷ്ടിയുടെയും ഫലമായി പ്രത്യേക മൃഗങ്ങളെ മാത്രം മെരുക്കിയെടുത്ത് ഇണക്കി നിർത്തുന്നതിൽ മനുഷ്യൻ വിജയിച്ചു. മേൽപ്പറഞ്ഞ രണ്ട് കാര്യങ്ങളും പരസ്പരം ഇഴചേർന്നവയാണ്. അപ്പൊ ഇവിടെ പരാമർശിച്ചിട്ടുള്ള പുസ്തകം എന്താണ്? മാൻ മേക്സ് ഹിംസെൽഫ്, മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്നു. രചയിതാവ് ആരാണ്? ഗോർഡൻ ചൈൽഡ് ആണ്. ഗോർഡൻ ചൈൽഡിന്റെ പുസ്തകമാണ് മാൻ മേക്സ് ഹിംസെൽഫ് എന്നത്. ഇതിൽ പരാമർശിച്ചിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഇത്തരത്തിൽ ചുറ്റുപാടുകളുമായുള്ള മനുഷ്യന്റെ ഇടപെടലിൽ വന്ന മാറ്റമാണ് ഇതിന് അടിസ്ഥാനമായത്. നവീന ശിലായുഗത്തിൽ പുതിയ ഉപജീവന രീതികൾ മനുഷ്യർ തുടക്കം കുറിക്കുകയും ചെയ്തു. അപ്പൊ കാലാതീതമായി വരുന്ന സമയത്ത് ഓരോ തരത്തിലുള്ള മാറ്റങ്ങൾ ഓരോ മനുഷ്യനും കൈവരിക്കുകയും നവീന ശിലായുഗമായപ്പോഴേക്കും പുതിയ തരത്തിലുള്ള ഉപജീവന രീതികൾ മനുഷ്യർ തുടക്കം കുറിക്കുകയും ചെയ്തു. ഏതൊക്കെയാണ്? അവർ മൃഗങ്ങളെ ഇണക്കി വളർത്താനായിട്ട് തുടങ്ങി. കൃഷിയുടെ ആരംഭവും സംഭവിച്ചു എന്നുള്ളതാണ്. ഇവിടെ ലോക ഭൂപടത്തിൽ പ്രത്യേകിച്ച് ഒരു ചന്ദ്രക്കലയുടെ ആകൃതിയിൽ നമുക്കൊരു പ്രദേശത്തെ മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. എന്താണ് ഇവിടെ തന്നിട്ടുള്ളത്? ഇവിടെ ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ ഈ പ്രദേശത്താണ് കൃഷിയുടെ ആരംഭം ഉണ്ടായിരുന്നത് എന്നാണ് പുരാവസ്തു ഗവേഷകർ പറയുന്നത്. ഇതാണ് അവരുടെ ഭാഷയിൽ പറഞ്ഞ ഫെർട്ടൈൽ ക്രസന്റ് എന്നത്. ഫലഭൂയിഷ്ടമായ ചന്ദ്രക്കല. ഫെർട്ടൈൽ ക്രസന്റ് എന്നത് ഫലഭൂയിഷ്ടമായ ചന്ദ്രക്കല എന്നാണ് ഈ ഒരു പ്രദേശത്തെ പുരാവസ്തു ഗവേഷകർ വിശേഷിപ്പിക്കുന്നത്. ഇത്തരം ഏരിയയിൽ ഈ ഒരു പറഞ്ഞ പരാമർശിച്ചിട്ടുള്ള ഏരിയയിൽ ഫുള്ളായിട്ട് എന്തായിരുന്നു? കൃഷി ചെയ്തിരുന്നു. ഇവിടെയാണ് കൃഷിയുടെ ആരംഭം എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ എന്തൊക്കെയായിരുന്നു മനുഷ്യന്റെ, ഇപ്പൊ നമ്മൾ മനസ്സിലാക്കിയിടത്തോളം നവീന ശിലായുഗത്തിലേക്ക് വന്നപ്പോൾ ജീവിത രീതിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി? അവർ മൃഗങ്ങളെ ഇണക്കി വളർത്തുന്നതിനായിട്ട് തുടങ്ങി. കൃഷി ആരംഭിച്ചു. നമ്മൾ പറഞ്ഞതുപോലെ കൃഷി ആരംഭിച്ചു. കളിമൺ പാത്ര നിർമ്മാണങ്ങൾ ഇവയൊക്കെ സംഭരിക്കണമല്ലോ. അത്തരത്തിൽ സർപ്ലസ് ആയിട്ടുള്ളവ സംഭരിക്കുന്നതിനായി അവർ കളിമൺ പാത്ര നിർമ്മാണം ആരംഭിച്ചു. കളിമൺ ഇഷ്ടികകൾ നിർമ്മിച്ചു. തൊഴിൽ വിഭാഗങ്ങളിൽ രൂപീകരണം ഉണ്ടായി. അവർ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ കൂടുതൽ മിനുസപ്പെട്ടതായി മാറി. അപ്പൊ അത്രയേറെ മാറ്റങ്ങൾ ഉണ്ടായി. ഇത്തരത്തിൽ മൃഗങ്ങളെ ഇണക്കി വളർത്തുന്നതിനും കൃഷി ആരംഭിക്കുന്നതിനുമൊക്കെ നവീന ശിലായുഗത്തിലെ മനുഷ്യരെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയായിരിക്കും? ഒന്നാമത് പ്രധാനമായിട്ടും ജനസംഖ്യാ വർധനവാണ്. പിന്നെ നമുക്ക് പറയാം മനുഷ്യാധിവാസ കേന്ദ്രങ്ങളുടെ എണ്ണത്തിൽ വർധനവുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ അത്തരത്തിലൊരു സെറ്റിൽഡ് ലൈഫിലേക്ക് പോവുകയാണ് ചെയ്യുക. മനുഷ്യാധിവാസ കേന്ദ്രങ്ങളുടെ എണ്ണത്തിൽ വർധന ഉണ്ടാകുന്നു ജനസംഖ്യാ വർധനവിന്റെ ഭാഗമായിട്ട്. പിന്നീട് സാമൂഹിക സംഘാടനം സങ്കീർണമാകുന്ന സമയത്ത് ഇത്തരത്തിലൊരു സെറ്റിൽഡ് ലൈഫ്, നൊമാഡിക് ലൈഫിൽ നിന്ന് മാറി സ്വാഭാവികമായിട്ടും അവർ സെറ്റിൽഡ് ലൈഫിലേക്ക് മാറും. സങ്കീർണമായ സാമൂഹിക സംഘാടനം. ഇവിടെ ജനങ്ങൾക്ക് ജനസംഖ്യാ വർധനവ് സംഭവിച്ചു എന്ന് പറഞ്ഞു. ജനങ്ങൾക്ക് അവരുടെ ആവശ്യത്തിനുള്ള ഭക്ഷ്യോൽപ്പന്നങ്ങൾ ലഭിക്കാതെ വരുമ്പോൾ അതും ഇത്തരത്തിൽ കൃഷി ആരംഭിക്കുന്നതിനും അത്തരത്തിലൊരു ജീവിത രീതി മാറ്റം വരുന്നതിനും കാരണമാകും. ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ ലഭ്യത കുറവ് ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. തുടർന്ന് കാലം മാറുന്ന സമയത്ത് അവിടെ സാങ്കേതിക വിദ്യയിൽ മാറ്റം വരുന്നുണ്ട്. അവിടെ നമ്മൾ പറഞ്ഞതുപോലെ ഓരോ ഉപകരണത്തിന് പോലും മാറ്റങ്ങൾ സംഭവിക്കുന്നു. കൂടുതൽ മിനുസപ്പെടുത്തിയ ഉപകരണങ്ങൾ ഉണ്ടാവുന്നു. കളിമൺ പാത്ര നിർമ്മാണം പോലെയുള്ള പ്രവർത്തനങ്ങൾ, ഇഷ്ടികകളുടെ നിർമ്മാണം പോലെയുള്ള പ്രവർത്തനങ്ങൾ അവിടെ സംഭവിക്കുമ്പോൾ, സാങ്കേതിക വിദ്യ വളരുമ്പോൾ അവരെന്തു ചെയ്യും? കൂടുതൽ നല്ല ഒരു സാമൂഹിക ജീവിതത്തിലേക്ക് മാറാനായിട്ട് ശ്രമിക്കും. അതിന്റെ ഭാഗമായിട്ടാണ് അത്തരത്തിലൊരു പുരോഗതി മനുഷ്യ ജീവിതത്തിൽ കാണാനായി സാധിച്ചത്. ഇവിടെ നമുക്ക് കുറച്ച് നവീന ശിലായുഗത്തിലെ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളെ കാണാനായി സാധിക്കും. എങ്ങനെയൊക്കെയാണ് ഇവ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? പ്രാചീന ശിലായുഗത്തിൽ നിന്നും ഏറെ വ്യത്യാസപ്പെട്ടവയാണ്. അതുപോലെ മധ്യശിലായുഗ കാലത്തിലെ ഉപകരണങ്ങളിൽ നിന്നും നല്ല രീതിയിൽ വ്യത്യാസം നമുക്ക് കാണാനായി സാധിക്കും. എങ്ങനെയാണ്? ഇവ ഒന്നാമത് മിനുസപ്പെടുത്തിയ ഉപകരണങ്ങളാണ്. വെറും കൽച്ചീളുകളോ കൽപ്പാളികളോ അല്ല. അതുപോലെ ഇവ രാഗി മിനുസപ്പെടുത്തി മൂർച്ചയാക്കിയവയാണ്. മൂർച്ചയേറിയ വാക്കുകൾ ഉള്ളവയാണ് അല്ലെ. അപ്പൊ അത്തരത്തിൽ വ്യത്യാസപ്പെട്ടവയാണ് നവീന ശിലായുഗത്തിലെ ഉപകരണങ്ങൾ എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് അവയുടെ സവിശേഷതകൾ. ഇത്തരം ഉപകരണങ്ങൾ കണ്ടുപിടിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ഇവ കൃഷിയിൽ കൂടുതൽ അവർക്ക് സഹായകരമായി. ഇവ മണ്ണിൽ കൃഷി ചെയ്യുന്നതിന് മനുഷ്യർക്ക് സഹായകരമായി. കൂടാതെ
മരം മുറിക്കാനും മണ്ണ് ഉഴുതുമറിക്കാനും ഈ ഉപകരണങ്ങൾ അവരെ സഹായിച്ചു എന്നുള്ളതാണ്. അത്തരത്തിൽ നല്ല ഉപകരണങ്ങൾ, കുറച്ചുകൂടി മൂർച്ചയേറിയ ഉപകരണങ്ങളും മറ്റും കുറച്ചുകൂടി ആധുനിക രീതിയിലുള്ള ഉപകരണങ്ങൾ കണ്ടെത്തുമ്പോൾ അവരുടെ ജീവിത രീതി കുറച്ചുകൂടി മെച്ചപ്പെട്ടതാക്കാനായി ഉപകരണങ്ങൾ സഹായിച്ചു എന്നുള്ളതാണ്. അതേ തുടർന്ന് എന്ത് സംഭവിച്ചു? അവരുടെ മനുഷ്യ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് ചെയ്തത്. കൃഷിയും കന്നുകാലി വളർത്തലും ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ സ്ഥിരമായ ലഭ്യത ഉറപ്പാക്കി. ഇവിടെ കൃഷി ആരംഭിക്കുന്നു. കൃഷി കുറച്ചുകൂടി എളുപ്പമാക്കുന്നതിനായിട്ടുള്ള ഉപകരണങ്ങളും ഇവരുടെ പക്കലുണ്ട്. അത്തരത്തിൽ കൃഷിയും അതുപോലെ മൃഗങ്ങളെ ഇണക്കി വളർത്തലും ഒക്കെ ആയപ്പോൾ എന്ത് സംഭവിച്ചു? അവരുടെ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ ലഭ്യത കുറവ് എന്ന ഒരു പ്രശ്നം പരിഹരിക്കപ്പെടുകയാണ്. അവരുടെ ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ സ്ഥിരമായിട്ടുള്ള ലഭ്യത ഉറപ്പാക്കുന്നതിനുള്ള ഒരു സാധ്യത വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. തൽഫലമായി സ്ഥിരവാസവും കാർഷിക ഗ്രാമങ്ങളും വളർന്നു വന്നു. സ്ഥിരതാമസം തുടങ്ങി കാർഷിക ഗ്രാമങ്ങളും വളർന്നു വന്നു. കളിമൺ പാത്ര നിർമ്മാണം, കളിമണ്ണ് കൊണ്ട് നിർമ്മിച്ച ഇഷ്ടികകളുടെ ഉപയോഗം, ധാന്യ സംഭരണം സാധ്യമാക്കി. ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നതിലൂടെ എന്താണ് ഭക്ഷ്യലഭ്യത കുറവ് എന്നൊരു പ്രശ്നം പരിഹരിച്ചു. അതോടൊപ്പം ഇവർ ഉൽപാദനം കൂടുതലായി. ഇവർ സ്ഥിരതാമസമായി കൃഷിയിൽ നല്ല രീതിയിൽ വളർച്ച പ്രാപിച്ച സമയത്ത് സർപ്ലസ് ആയിട്ട് കൂടുതലായിട്ട് മിച്ചോൽപാദനം അവർക്ക് സംഭവിക്കുമ്പോൾ അവ സൂക്ഷിക്കുന്നതിനായിട്ട് പാത്രങ്ങൾ, കളിമൺ പാത്രങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കളിമണ്ണ് കൊണ്ട് നിർമ്മിച്ച ഇഷ്ടികകളുടെ ഉപയോഗമൊക്കെ വന്നപ്പോഴേക്കും ധാന്യ സംഭരണം സാധ്യമാവുകയാണ് ചെയ്തത്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞതുപോലെ മിച്ചോൽപാദനം സാധ്യമായപ്പോൾ സമൂഹത്തിലെ ഒരു വിഭാഗം കർഷകർ കാർഷിക പ്രവർത്തനങ്ങളിൽ നിന്ന് സ്വതന്ത്രരാവുകയാണ് ചെയ്തത്. അവർ കളിമൺ പാത്ര നിർമ്മാണം, നെയ്ത്ത് തുടങ്ങിയ മറ്റു തൊഴിലുകളൊക്കെ കണ്ടെത്തി അതിലേർപ്പെടാനായിട്ട് തുടങ്ങി. അപ്പൊ കൃഷി മാത്രമല്ല, പിന്നീട് അതിൽ നിന്നും മാറ്റം സംഭവിച്ച് കളിമൺ പാത്ര നിർമ്മാണം പോലെയുള്ള, നെയ്ത്ത് പോലെയുള്ള തൊഴിലുകളിലേക്ക് ജനങ്ങൾ മാറി തുടങ്ങി. അങ്ങനെ സമൂഹത്തിൽ വിവിധ രീതിയിലുള്ള തൊഴിൽ വിഭാഗങ്ങൾ രൂപപ്പെട്ടു. അവയിലേക്ക് ജനങ്ങൾ മാറി തുടങ്ങി എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഇതോടെ എന്ത് സംഭവിച്ചു? സാമൂഹിക രൂപീകരണത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടായി. കൃഷിയിൽ മാത്രം കേന്ദ്രീകരിച്ചിരുന്ന അവർ എന്താണ് പിന്നീട് കാലാതീതമായി മറ്റു തരത്തിലുള്ള വിവിധ തരത്തിലുള്ള തൊഴിൽ വിഭാഗങ്ങളിലേക്ക് മാറാനായി തുടങ്ങി. അങ്ങനെ ഇന്ന് നാം കാണുന്ന മനുഷ്യ മുന്നേറ്റങ്ങളുടെ അടിസ്ഥാനം നവീന ശിലായുഗത്തിലെ ഈ ഒരു മാറ്റമാണ് എന്നാണ് പറയുന്നത്. അത്തരത്തിൽ വിവിധ തരത്തിലുള്ള തൊഴിൽ വിഭാഗങ്ങൾ രൂപപ്പെട്ടു, അതിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ്. ഇത്തരം മാറ്റങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പ്രസിദ്ധ പുരാവസ്തു ഗവേഷകനായ ഗോർഡൻ ചൈൽഡ്, നമ്മൾ നേരത്തെ പറഞ്ഞ അദ്ദേഹമില്ലേ, ഗ്രന്ഥത്തിന്റെ രചയിതാവ് എന്ന് പറഞ്ഞ ഗോർഡൻ ചൈൽഡ്, ഈ കാലഘട്ടത്തെ നവീന ശിലായുഗ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത്. ഇദ്ദേഹമാണ്, ഗോർഡൻ ചൈൽഡാണ് ഈ ഒരു കാലഘട്ടത്തെ നവീന ശിലായുഗ വിപ്ലവം എന്ന് വിളിച്ചത്. ഇനി ഇവിടെ ലോക ഭൂപടം തന്നിട്ടുണ്ട്. ഈ ഒരു ഭൂപടം നിരീക്ഷിച്ച് നവീന ശിലായുഗ കേന്ദ്രങ്ങൾ ഏതൊക്കെ രാജ്യത്താണ് ഉള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ജെറീക്കോ എന്ന് തന്നിട്ടുണ്ട്. ജെറീക്കോ എന്നത് പ്രധാനപ്പെട്ട നവീന ശിലായുഗ കേന്ദ്രമാണ്. ഇത് പാലസ്തീനിലാണ് കേട്ടോ, പാലസ്തീനിലാണ്. ജെറീക്കോ പാലസ്തീനിലാണ് ഉള്ളത്. ജാർമോ തന്നിട്ടുണ്ട്. ഇവിടെ ജാർമോ ഉള്ളത് ഇറാഖിലാണ് ജാർമോ ഉള്ളത്. അലിക്കോഷ് ഉള്ളത് ഇറാനിലാണ് അലിക്കോഷ്. മെഹർഗഡ് എവിടെയാണ്? കുറച്ചും കൂടി നമ്മൾ കേട്ട് പരിചയമുള്ള പേരായിരിക്കും. നമ്മുടെ പ്രാചീന ഇന്ത്യ, ഇപ്പോഴത്തെ പാകിസ്ഥാനിലാണ്, പ്രാചീന ഇന്ത്യയിലാണ് മെഹർഗഡ് ഉള്ളത്. അപ്പോൾ പ്രധാനപ്പെട്ട നവീന ശിലായുഗ കേന്ദ്രങ്ങളാണ് ജെറീക്കോ, ജാർമോ, അലിക്കോഷ്, മെഹർഗഡ് എന്നിവ. ജെറീക്കോ പാലസ്തീൻ, ജാർമോ ഇറാഖ്, അലിഘോഷ് ഇറാൻ, മെഹർഗഡ് പ്രാചീന ഇന്ത്യ, ഇപ്പോൾ പാകിസ്ഥാനിലുമാണ്. ഓക്കെ, ജാർമോയെ കുറിച്ചുള്ള ഒരു വിശദാംശമാണ് ഇവിടെ തന്നിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ ജാർമോ എവിടെയാണ്? ഇറാഖിലാണെന്നാണ് നമ്മൾ പറഞ്ഞത്. ജാർമോ റോബർട്ട് ജെ ബ്രെയ്ഡ് വുഡ് ആണ് ഖുർദിഷ് കുന്നുകളിലെ ആധുനിക ഇറാഖിലെ ജാർമോ എന്ന പുരാവസ്തു ഗവേഷണത്തിന് നേതൃത്വം നൽകിയത്. റോബർട്ട് ജെ ബ്രെയ്ഡ് വുഡ് ആണ് ഖുർദിഷ് കുന്നുകളിലെ, അതായത് ഇന്നത്തെ ആധുനിക ഇറാഖിലെ ജാർമോയിൽ പുരാവസ്തു ഗവേഷണത്തിന് നേതൃത്വം നൽകിയത്. ജാർമോയിലെ ജനങ്ങൾ ബാർലിയും 2 തരം ഗോതമ്പും കൃഷി ചെയ്തിരുന്നു. അവിടെ കൃഷി ഉണ്ടായിരുന്നു, നവീന ശിലായുഗത്തിൽ കൃഷി ഉണ്ടായിരുന്നു. ആടിനെയും മറ്റു ചില മൃഗങ്ങളെയും ഇണക്കി വളർത്തിയതിന്റെ വ്യക്തമായ സൂചനയുമുണ്ട്. അപ്പൊ
മൃഗങ്ങളെ ഇണക്കി വളർത്തിയിരുന്നു. ഇവിടുത്തെ വീടുകൾ ചെറു കുടിലുകളായിരുന്നു. വീടുകൾക്ക് വലിയ വലുപ്പമില്ല, അവ ചെറു കുടിലുകളായിരുന്നു. അവർ കളിമണ്ണ് കൊണ്ട് മൃഗങ്ങളുടെയും മനുഷ്യരുടെയും രൂപങ്ങൾ നിർമ്മിച്ചിരുന്നു. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് അവർ നിർമ്മിച്ചതിൽ ഗർഭിണിയായ ഒരു സ്ത്രീയുടെ രൂപമുണ്ട്. അതാണ് അവർ നിർമ്മിച്ച മനുഷ്യരൂപങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നാണ് പറയുന്നത്. ഇതാണ് ഇറാഖിലെ ഖുർദിഷ് കുന്നുകളിലെ ജാർമോയുടെ വിശേഷങ്ങൾ. നമ്മുടെ പ്രാചീന ഇന്ത്യയിൽ ഇന്നത്തെ പാകിസ്ഥാനിൽ കാണപ്പെടുന്ന മെഹർഗഡ് എന്ന സ്ഥലത്തെക്കുറിച്ച്, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ നവീന ശിലായുഗമായ മെഹർഗഡ്. നവീന ശിലായുഗത്തിലെ പ്രധാനപ്പെട്ട സവിശേഷതകളായ മൃഗങ്ങളെ ഇണക്കി വളർത്തൽ, കൃഷി എന്നത് ഇവയ്ക്ക് തുടക്കം കുറിച്ചത് പ്രാചീന ഇന്ത്യയിലെ ആദ്യ പ്രദേശമായ മെഹർഗഡിലാണ് എന്നാണ് പുരാവസ്തു ഗവേഷകർ കണക്കാക്കുന്നത്. ഈ മെഹർഗഡ് ഇന്നത്തെ പാകിസ്ഥാനിലാണ്. ഈ ഒരു പ്രദേശത്തെ ബ്രെഡ് ബാസ്ക്കറ്റ് ഓഫ് ബാലൂചിസ്ഥാൻ എന്നാണ് വിളിക്കുന്നത്. ബ്രെഡ് ബാസ്ക്കറ്റ് ഓഫ് ബാലൂചിസ്ഥാൻ. മെഹർഗഡ് അറിയപ്പെടുന്നത് ബ്രെഡ് ബാസ്ക്കറ്റ് ഓഫ് ബാലൂചിസ്ഥാൻ എന്നാണ്. ഈ പ്രദേശമാണ് നവീന ശിലായുഗത്തിലെ പ്രധാനപ്പെട്ട സവിശേഷതകൾ കണ്ടെത്തിയത്. എവിടെയാണ്? ഇന്നത്തെ പാകിസ്ഥാനിലാണ് കാണപ്പെടുന്നത്. നവീന ശിലായുഗത്തിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകളായ മൃഗങ്ങളെ ഇണക്കി വളർത്തലും കൃഷിയുടെയും ഒക്കെ തെളിവുകൾ ലഭിച്ചിട്ടുള്ള പ്രാചീന ഇന്ത്യയിലെ പ്രദേശമാണ് മെഹർഗഡ്. അടുത്തത് ലോഹയുഗമാണ്. ലോഹയുഗം. അപ്പൊ നമ്മൾ ശിലായുഗത്തെ കുറിച്ച് കണ്ടു. ശിലായുഗത്തിന്റെ 3 ഘട്ടങ്ങളെയും നമ്മൾ കണ്ടു. പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, അതുപോലെ നവീന ശിലായുഗം. അടുത്തതാണ് ലോഹശിലായുഗം. ശിലയ്ക്ക് പകരമായി, ശില എന്നതിന് പകരമായി ലോഹങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയ കാലഘട്ടത്തെയാണ് നമ്മൾ ലോഹയുഗം അഥവാ മെറ്റൽ ഏജ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് നേരത്തെ അറിയാവുന്നതാണ്. ശിലയുടെ സ്ഥാനത്ത് ലോഹങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ മനുഷ്യർ ലോഹയുഗത്തിലേക്ക് പ്രവേശിച്ചു. ശിലയുടെ സ്ഥാനത്ത് ലോഹങ്ങൾ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. സാങ്കേതിക വിദ്യയിൽ മനുഷ്യർ കൈവരിച്ച പുരോഗതി വ്യക്തമായി പ്രകടമാക്കിയിരുന്ന ഒരു കാലം കൂടിയായിരുന്നു ലോഹയുഗം എന്ന് പറയുന്നത്. ഇവിടെ സാങ്കേതിക വിദ്യയിൽ മനുഷ്യർ കൂടുതൽ പുരോഗതി കൈവരിക്കുകയാണ് ചെയ്യുന്നത്. കാലം കഴിയുന്തോറും മനുഷ്യന്റെ വികാസം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതിന് തെളിവാണ് ഈ ലോഹയുഗം എന്ന് പറയുന്നത്. അപ്പോ മനുഷ്യർ ആദ്യമായി ഉപയോഗിച്ച ലോഹം ഏതായിരുന്നു? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ചെമ്പാണ്. ചെമ്പ്. മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹമാണ് ചെമ്പ്. ഈ ഒരു ചെമ്പിൽ, പ്രകൃതിദത്തമായിട്ടുള്ള ചെമ്പിൽ ആയുധങ്ങളും അതുപോലെ തന്നെ ഉപകരണങ്ങളും ഒക്കെ ഉണ്ടാക്കി മാറ്റുന്ന ഒരു സാങ്കേതിക രീതി ആ ഒരു ഘട്ടത്തിൽ തന്നെ മനുഷ്യർ കൈവരിച്ചിരുന്നു എന്നത് ആ ഒരു സാമൂഹിക പുരോഗതി നമുക്ക് വെളിവാക്കി തരുന്ന തരത്തിലുള്ളതാണ്. ആദ്യകാല കാർഷിക ഗ്രാമങ്ങളായ ചാത്തൽ ഹൊയ്ക്ക്, തുർക്കിയിലെ ചാത്തൽ ഹൊയ്ക്ക്, വടക്കൻ സിറിയയിലെ ചയോനു, ഇറാനിലെ അലികോഷ്, നമ്മൾ നേരത്തെ ലൊക്കേഷൻ കണ്ട അലികോഷ് എന്നിവിടങ്ങളിൽ നിന്നും ചെമ്പിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. ഈ തെളിവുകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ചെമ്പിന്റെ ആയുധങ്ങളും ഉപകരണങ്ങളും ഒക്കെ മാറ്റുന്ന തരത്തിലുള്ള സാങ്കേതിക വിദ്യ അവർ അവലംബിച്ചിരുന്നു അല്ലെങ്കിൽ അവർ മനസ്സിലാക്കിയിരുന്നു എന്ന് ചരിത്രകാരന്മാർ പറയുന്നത്. BCE 7000 ആണ് ഇതിന്റെ കാലമായിട്ട് കണക്കാക്കുന്നത്. ഈ ഒരു ലോഹയുഗത്തിന്റെ ആരംഭം അല്ലെങ്കിൽ ഈ ഒരു ചെമ്പ് കൊണ്ടുള്ള ഉപകരണങ്ങളും ആയുധങ്ങളും ഒക്കെ ഉപയോഗിച്ചിരുന്ന കാലഘട്ടം ഏതാണ്ട് BCE 7000 ആണ് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞു ശിലയിൽ നിന്ന്, ശിലാ ഉപകരണങ്ങളെക്കാൾ ചെമ്പ് ഉപകരണങ്ങളാണ് പിന്നീട് ഉപയോഗിച്ചിരുന്നത്. എന്തുകൊണ്ടായിരിക്കും ചെമ്പ് ഉപകരണങ്ങളായി ഉപയോഗിക്കാനായിട്ടും അത്തരത്തിലൊരു മാറ്റം ഉണ്ടാക്കാനുള്ള കാരണം? അവയുടെ മേന്മകൾ എന്തായിരുന്നു? പ്രധാനമായും നമുക്ക് പറയാം, അനുയോജ്യമായ ആകൃതിയിലും നമുക്ക് വേണ്ട രൂപത്തിലും അതിനെ മാറ്റാൻ കഴിയും. ശിലയെ മാറ്റുന്നതിനേക്കാൾ ചെമ്പിന്റെ രൂപം, ആകൃതി എന്നിവയൊക്കെ മാറ്റാനായി കഴിയുമെന്നത് പ്രധാനപ്പെട്ട ഒരു മേന്മയാണ്. ഇവ കൂടുതൽ കാലം ഈട് നിൽക്കും എന്നതും പ്രധാനപ്പെട്ട ഒരു മേന്മയായി പറയാവുന്നതാണ്. കൂടുതൽ കാലം ഈട് നിൽക്കും. അത് മാത്രമല്ല, കല്ലുപകരണങ്ങൾ പോലെയല്ല, കേടുപാടുകൾ സംഭവിച്ചാലും ഇവ സംസ്കരണത്തിലൂടെ, ലോഹങ്ങളാണല്ലോ, സംസ്കരണത്തിലൂടെ പഴയ അവസ്ഥയിലേക്ക് തന്നെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇവ പുനരുപയോഗിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതും മേന്മയായി പറയാവുന്നതാണ്. അപ്പൊ പുനരുപയോഗ സാധ്യതയുണ്ട്, കേടുപാടുകൾ സംഭവിച്ചാൽ നന്നാക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്, കൂടുതൽ കാലം ലോഹമായതുകൊണ്ട് ഈട് നിൽക്കുകയും ചെയ്യും, വേണ്ട വിധത്തിൽ, അനുയോജ്യമായ വിധത്തിൽ രൂപം, ആകൃതി ഇവയെല്ലാം മാറ്റാനായും സാധിക്കും എന്നുള്ളത് സവിശേഷതയായി കരുതാവുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ വളരെയേറെ ഉപകാരമുണ്ടായിരുന്ന വിധത്തിലാണ് ലോഹയുഗത്തിലേക്ക് കടന്നപ്പോൾ മനുഷ്യർക്ക് അനുഭവപ്പെട്ടത്. അപ്പോൾ ഇത്തരത്തിൽ ഉപകാരമുള്ള വളരെയേറെ സവിശേഷതകളോടെ ലോഹയുഗത്തിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു സാഹചര്യത്തിൽ പോലും ശിലായുഗത്തിൽ നിന്ന് ചെമ്പിലേക്ക് ഒരു ട്രാൻസിഷൻ ഫേസ് ആണ് അവിടെ സംഭവിക്കുന്നത്.
ആ ഒരു കാലഘട്ടത്തിനെയാണ് നമ്മൾ താമ്രശിലായുഗം അഥവാ ചാൽക്കോലിത്തിക് ഏജ് എന്ന് പറയുന്നത്. ഇവിടെ ശിലായുഗത്തിലെ മനുഷ്യർ ആയുധങ്ങൾ ഉപയോഗിച്ചിരുന്നു, ആയുധത്തിലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചിരുന്നു. അതേപോലെ തന്നെ ചെമ്പിലേക്ക് വന്നപ്പോൾ ലോഹ ഉപകരണങ്ങൾ ഉപയോഗിച്ചു. എന്നാൽ ആ ഒരു സമയത്ത് മനുഷ്യർ ശിലാ ഉപകരണങ്ങൾ ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത്തരത്തിൽ ശിലാ ഉപകരണങ്ങളോടൊപ്പം ചെമ്പ് ഉപകരണങ്ങളും ഉപയോഗിച്ച കാലത്തെയാണ് താമ്രശിലായുഗം എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ചാൽക്കോലിത്തിക് ഏജ് എന്ന് വിളിക്കുന്നത്. അതിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ പ്രദേശമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോലെ ഇന്ത്യയിൽ രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്നൊക്കെ ഈ ഒരു ചാൽക്കോലിത്തിക് ഏജിന്റെ താമ്രശിലായുഗത്തിന്റെ നിരവധി അവശിഷ്ടങ്ങൾ കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. മഹാരാഷ്ട്രയിലെ ദൈമാബാദിൽ നിന്നും ലഭിച്ച ശവസംസ്കാരത്തിന് ഉപയോഗിക്കുന്ന കലശങ്ങളാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പാത്രങ്ങൾ, ഇത് കണ്ടോ, ഇത്തരത്തിൽ പാത്രങ്ങളാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇവ മഹാരാഷ്ട്രയിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ളതാണ്, ദൈമാബാദിൽ നിന്ന്. അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലെ നെവാസായിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ള കളിമണ്ണിലും ശിലയിലും ഒക്കെ തീർത്ത കലാനിർമ്മിതികളാണ് ഇവിടെ നമുക്ക് കാണാനായി സാധിക്കുന്നത്. ഇവയൊക്കെ എന്താണ്? താമ്രശിലായുഗത്തിന് ഉദാഹരണങ്ങളാണ്. ഇവിടെ താമ്രശിലായുഗത്തിൽ മനുഷ്യൻ ആദ്യം കണ്ടെത്തിയിട്ടുള്ള ലോഹമായ ചെമ്പാണ് കൂടുതലായും ഉപയോഗിച്ചിരുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ചെമ്പ് എന്ന ലോഹം കൊണ്ട് കൂടുതൽ ശക്തമായ ഉപകരണങ്ങളൊന്നും ഉണ്ടാക്കാൻ കഴിയാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ കോപ്പറും ടിന്നും മിക്സ് ചെയ്തുകൊണ്ട് ബ്രോൺസ് എന്ന ഒരു ലോഹ സങ്കരം നിർമ്മിക്കുന്നുണ്ട്. ആ ഒരു കാലഘട്ടമാണ് നമ്മൾ ഇനി പഠിക്കുന്ന വെങ്കല യുഗം. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് ഇവയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ. ബ്രോൺസ് ഏജ് അഥവാ വെങ്കല യുഗം. ഇവിടെ ആദ്യം തന്നെ നമുക്ക് ഗോർഡൻ ചൈൽഡ് എന്ന ഇദ്ദേഹത്തിന്റെ മാൻ മേക്സ് ഹിംസെൽഫ്, മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്നു എന്ന ഒരു കൃതിയിൽ നിന്നുള്ള, രചനയിൽ നിന്നുള്ള, ഗ്രന്ഥത്തിൽ നിന്നുള്ള വരികളാണ് തന്നിട്ടുള്ളത്. BCE 6000-നും 3000-നും ഇടയിൽ മനുഷ്യർ കാളകളുടെയും കാറ്റിന്റെയും ശക്തിയെ പ്രയോജനപ്പെടുത്താൻ പഠിച്ചു. അത്രയധികം മനുഷ്യന്റെ ചിന്താഗതി മുന്നോട്ട് പോയി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാളയുടെയും കാറ്റിന്റെയും ശക്തി പ്രയോജനപ്പെടുത്താൻ പഠിച്ചു. കലപ്പയും ചക്രവണ്ടിയും വഞ്ചിയും ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. മനുഷ്യ പുരോഗതിയുടെ സൂചനകളാണ് കാണുന്നത്. ലോഹ സംസ്കരണ വിദ്യയും കൂടുതൽ വികാസം നേടുന്ന കാലഘട്ടമായിരുന്നു BCE 6000-നും 3000-നും ഇടയിലുള്ള കാലഘട്ടം. അതിന്റെ ഫലമായിട്ട് കൃഷി വ്യാപകമാവുകയും മിച്ചോൽപാദനം സാധ്യമാവുകയും ചെയ്തു. തുടർന്ന് കാർഷികേതര ഉൽപാദനങ്ങൾ ശക്തമാവുകയും അതേ തുടർന്ന് നാഗരിക ജീവിതത്തിലൂടെ മനുഷ്യർ നാഗരിക ജീവിതത്തിന് സ്വയം സജ്ജരാവുകയും ചെയ്തു എന്നുള്ളതാണ്. അത്തരത്തിൽ മനുഷ്യ പുരോഗതി, മനുഷ്യരാശിയുടെ തന്നെ ഒരു പുരോഗതി, വികാസമാണ് കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. ആ ഒരു കാലഘട്ടത്തിന്റെ സവിശേഷതയാണ് ഇദ്ദേഹത്തിന്റെ ഈ ഒരു ഗ്രന്ഥത്തിൽ, ഗോർഡൻ ചൈൽഡിന്റെ മാൻ മേക്സ് ഹിംസെൽഫ് എന്ന ഗ്രന്ഥത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞതുപോലെ എന്താണ് വെങ്കലം അഥവാ ഓട്? ബ്രോൺസ് എന്നാൽ ചെമ്പും വെളുത്തിയവും കോപ്പറും ടിന്നും ചേർന്ന് സംസ്കരിച്ചുണ്ടാക്കുന്ന ഒരു ലോഹ സങ്കരമാണ് വെങ്കലം എന്ന് പറയുന്നത്. കോപ്പറും ടിന്നും, ചെമ്പിനേക്കാൾ ഉറപ്പ് ലഭിക്കുന്ന ലോഹമാണ് വെങ്കലം എന്നത്. വെങ്കലം കുറച്ചുകൂടി ഉറപ്പുള്ളതാണ്. അപ്പൊ അവ കുറച്ചുകൂടി സഹായകരമാവും ഒരു സാധാരണ ജീവിതം നയിക്കുന്ന സമയത്ത്. അതിനാണ് നമ്മൾ വെങ്കലം ഉപയോഗിച്ചു തുടങ്ങിയത്. നാഗരിക ജീവിതത്തിലേക്കുള്ള മനുഷ്യരുടെ കടന്നുവരവിനെ കുറിച്ചുള്ള ഒരു വിവരണമാണ് നമ്മൾ നേരത്തെ ഗോർഡൻ ചൈൽഡിന്റെ പുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഇവിടെ വെങ്കല യുഗം ആരംഭിച്ചു എന്നുള്ളത്. അപ്പൊ ഇത്തരത്തിൽ ഇവിടെ ഒരു നാഗരിക ജീവിതമാണ് തുടങ്ങുന്നത്, അല്ലെങ്കിൽ നാഗരിക ജീവിതത്തിന് ജനങ്ങൾ സ്വയം സജ്ജരാകുകയായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. എന്താണ് നാഗരികത എന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, കുറച്ചു മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജനങ്ങൾ കൃഷി മിച്ചോൽപാദനം വന്ന സമയത്ത് കൃഷിയിൽ നിന്നും വ്യതിചലിച്ച് വിവിധ തരത്തിലുള്ള ജോലികളിലേക്ക്, വിവിധ തരത്തിലുള്ള തൊഴിൽ മേഖലകളിലേക്ക് മാറി തുടങ്ങി എന്നുള്ളത്. അത്തരത്തിൽ ജനങ്ങൾ കൂടുതൽ പേർ, പകുതിയിലേറെ പേരും കാർഷികേതര പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ വിവിധ തരം കൈത്തൊഴിലുകളിലേക്കും കരകൗശല പ്രവർത്തനങ്ങളിലേക്കും കച്ചവട മേഖലയിലേക്കുമൊക്കെ തൊഴിൽ ഏർപ്പെട്ട് അവരുടെ ഉപജീവന മാർഗം മാറ്റുന്ന ആ ഒരു സ്ഥിതി വിശേഷത്തെയാണ് പൊതുവെ നാഗരികത എന്ന് വിളിക്കുന്നത്. നാഗരികത എന്ന് പറയുന്നത് വിശാലമായ വീഥികളും പൊതു കെട്ടിടവും മെച്ചപ്പെട്ട സൗകര്യങ്ങളും തിരക്കേറിയ ജീവിതവും വിനോദവും നഗരത്തിന്റെ സവിശേഷതകളാണ്.
ഇത്തരത്തിലൊരു ജീവിതം മാറ്റം സംഭവിക്കുമ്പോൾ ഇവിടെ എന്താണ്, മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഉണ്ടാകുന്നു, തിരക്കേറിയ ജീവിതവും വിനോദവും ഒക്കെ ഉണ്ടാകുന്നു, വിശാലമായ വീഥികളും പൊതു കെട്ടിടങ്ങളും ഒക്കെ നാഗരിക ജീവിതത്തിന്റെ സവിശേഷതകളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ പൊതുവെ ഇവിടെ എന്താണ് പറഞ്ഞത്, കാറ്റ്, കാള എന്നിവയുടെ ശക്തി പ്രയോജനപ്പെടുത്തി കലപ്പ, ചക്രവണ്ടി, വഞ്ചി എന്നിവയുടെയൊക്കെ ഉപയോഗം കണ്ടെത്തി, ലോഹ സംസ്കരണ വിദ്യയിൽ വികാസം പ്രാപിച്ചു, കാർഷികേതര ഉൽപ്പന്നങ്ങളുടെ വികാസം സംഭവിച്ചു, നാഗരിക ജീവിതവും മുന്നോട്ട് കൊണ്ടുപോകുന്നു. അത്തരത്തിൽ പുരോഗതി കാണാനായി, പ്രകടമായി കാണാനായി സാധിക്കുന്നുണ്ട്. ഇത്തരത്തിൽ വെങ്കലയുഗ സംസ്കാരം വികാസം പ്രാപിക്കുമ്പോൾ വെങ്കലയുഗത്തിൽ ഇന്ത്യയിൽ വികാസം പ്രാപിച്ചതാണ് ഹാരപ്പൻ സംസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് ഹാരപ്പൻ സംസ്കാരം. ഹാരപ്പ, മൊഹൻജദാരോ, ലോഥൽ തുടങ്ങിയ നഗരങ്ങൾ ആസൂത്രിതമായി നിർമ്മിച്ച പൊതു കെട്ടിടങ്ങൾ, വലിയ കുളം ഗ്രേറ്റ് ബാത്ത്, വീടുകൾ, തെരുവീഥികൾ, അഴുക്കുചാലുകൾ, ധാന്യപ്പുരകൾ എന്നിവയും വിവിധ തരം കൈത്തൊഴിലുകളുടെയും കച്ചവടത്തിന്റെയും സാന്നിധ്യവും ഇവിടുത്തെ നഗരവൽക്കരണത്തെ നമുക്ക് വ്യക്തമാക്കി തരുന്നവയാണ്. നമ്മൾ കണ്ടതാണ് ടൗൺ പ്ലാനിംഗ് പോലെയുള്ള വലിയ സംവിധാനങ്ങൾ, അതുപോലെ വലിയ കുളങ്ങൾ കണ്ടതാണ്, ഗ്രേറ്റ് ഗ്രാനറീസ് കണ്ടതാണ്, ഗ്രേറ്റ് ഗ്രാനറി കണ്ടു, ഗ്രേറ്റ് ബാത്ത് കണ്ടു, ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ കണ്ടതാണ്. ഇവയെല്ലാം എന്താണ്, നഗരവൽക്കരണത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഹരപ്പൻ സംസ്കാരത്തെ ഇന്ത്യൻ ചരിത്രത്തിൽ ഒന്നാം നഗരവൽക്കരണം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇന്ത്യയിൽ വെങ്കലയുഗത്തിൽ രൂപം കൊണ്ട സംസ്കാരമാണ് ഹരപ്പൻ സംസ്കാരം. ഹരപ്പൻ സംസ്കാരമാണ് ഇന്ത്യ ചരിത്രത്തിൽ ഒന്നാം നഗരവൽക്കരണം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഹരപ്പൻ സംസ്കാരത്തെക്കുറിച്ചും മറ്റും പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു, ക്രമാതീതമായി കാലമാറ്റം വന്നപ്പോൾ ഹരപ്പൻ സംസ്കാരം ശിഥിലമായി, അവയുടെ തകർച്ച സംഭവിച്ചു. അവയുടെ തകർച്ചയ്ക്ക് ശേഷം, ഹരപ്പൻ സംസ്കാരത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം സപ്തസിന്ധു, ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് സപ്തസിന്ധു പ്രദേശം. എന്താണ് സപ്തസിന്ധു പ്രദേശം? സിന്ധു നദിയും അതിന്റെ പോഷക നദികളും ഉൾപ്പെടുന്ന പ്രദേശമാണ് സപ്തസിന്ധു പ്രദേശം. സിന്ധു നദിയും അതിന്റെ 5 പോഷക നദികളാണ്. ഒന്ന് സിന്ധു ഉൾപ്പെടുന്നുണ്ട്, പിന്നീട് അതിന്റെ 5 പോഷക നദികൾ ചലം, ചെനാബ്, രവി, ബിയാസ്, സത്ലജ്, അങ്ങനെ മൊത്തം 6 നദികളും, പിന്നീട് പുണ്യനദിയായ സരസ്വതി നദി. അങ്ങനെയാണ് സപ്ത എന്നാൽ 7 ആണല്ലോ. സപ്ത നദികളാണ് ഇവിടെ ചേരുന്നത്. അതിനെയാണ് നമ്മൾ സപ്തസിന്ധു പ്രദേശം എന്ന് പറയുന്നത്. ഈ ഒരു സപ്തസിന്ധു പ്രദേശത്ത് നിന്ന് കടന്നു വന്ന ആര്യന്മാർ, നമ്മൾ പറഞ്ഞില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ, ആര്യന്മാരുടെ കടന്നുവരവായിരിക്കാം ഈ പറഞ്ഞ ഹരപ്പൻ സംസ്കാരത്തിന് തകർച്ചയ്ക്ക് കാരണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതായിരിക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കടന്നുവരവാണ് പ്രധാനമായും ഹരപ്പൻ സംസ്കാരത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായിട്ട് പറയുന്നത്. ഇൻഡോ യൂറോപ്യൻ ഭാഷാ കുടുംബത്തിൽ ഉൾപ്പെടുന്ന ഭാഷ സംസാരിച്ചിരുന്നവരായിരുന്നു ആര്യന്മാർ. ഭാഷാപരമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആര്യന്മാരുടെ ജന്മദേശം മധ്യേഷ്യയാണ് എന്നാണ് കരുതപ്പെടുന്നത്. വേദങ്ങളിൽ നിന്നുമാണ് ഈ കാലഘട്ടത്തെക്കുറിച്ചുള്ള അറിവുകൾ നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു കാലഘട്ടത്തെ, ഹാരപ്പൻ സംസ്കാരത്തിന്റെ തകർച്ചയെ തുടർന്നുള്ള കാലഘട്ടത്തെ നമ്മൾ വേദിക് ഏജ് അഥവാ വേദ കാലഘട്ടം എന്ന് പറയുന്നത്. കാലഘട്ടം വരുന്നത് BCE 1500-നും 600-നും ഇടയിലാണ്. നമ്മളിവിടെ പറഞ്ഞു ഇൻഡോ യൂറോപ്യൻ ഭാഷാ കുടുംബത്തിൽ നിന്നുള്ള ഭാഷ സംസാരിച്ചിരുന്നവരാണ് ആര്യന്മാർ എന്ന്. അപ്പൊ അത് ഏതൊക്കെയാണ് ആ ഭാഷകൾ? ഇൻഡോ യൂറോപ്യൻ ഭാഷകളാണ് സംസ്കൃതം, ലത്തീൻ, ഗ്രീക്ക്, ജർമ്മൻ, ഇംഗ്ലീഷ്, സ്വീഡിഷ് ഭാഷ, റഷ്യൻ, പോളിഷ്, ഇറ്റാലിയൻ, സ്പാനിഷ്, ഫ്രഞ്ച്, റുമാനിയൻ എന്നീ ഭാഷകളൊക്കെ ഉൾപ്പെടുന്നതാണ് ഇൻഡോ യൂറോപ്യൻ ഭാഷകൾ. ഇത്തരത്തിലുള്ള ഭാഷ സംസാരിച്ചിരുന്നവരായിരുന്നു ആര്യന്മാർ എന്നാണ് കരുതുന്നത്. ഇവരെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് എവിടെ നിന്ന് ലഭിക്കുന്നു? നമുക്ക് വേദങ്ങൾ, ബ്രാഹ്മണങ്ങൾ, ആരണ്യകങ്ങൾ, ഉപനിഷത്തുകൾ പോലെയുള്ള രചനകളിൽ നിന്നുമാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു കാലഘട്ടത്തെ നമ്മൾ വേദകാലഘട്ടം എന്ന് പറയുന്നത്. വേദകാലഘട്ടം. ഈ കാലഘട്ടത്തെ നമ്മൾ പൊതുവെ 2ആയിട്ട് തരംതിരിക്കുന്നുണ്ട്, ഏർലി വേദിക് ഏജ് ആൻഡ് ലേറ്റർ വേദിക് ഏജ്. കാലഘട്ടം പൊതുവെ വരുന്നത് 1500 BCE-ക്കും 600 BCE-ക്കും ഇടയിലാണ്. ഇതാണ് ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ വേദകാലഘട്ടം നമ്മൾ പൊതുവെ 2ആയി തരംതിരിക്കുന്നു. ആദ്യകാല വേദകാലമാണ്, ഋഗ്വേദം രചിച്ച കാലമാണ് ഇതാണ് ഏർലി വേദിക്
ഏജ് എന്ന് പറയുന്നത്. രണ്ടാമത് പിൽക്കാല വേദകാലം, ലേറ്റർ വേദിക് ഏജ് എന്ന് പറയുമ്പോൾ യജുർവേദം, സാമവേദം, അഥർവവേദം എന്നിങ്ങനെയുള്ള വേദങ്ങൾ രചിച്ച കാലം. മൊത്തം നമുക്ക് 4 വേദങ്ങളാണല്ലോ, അത് അറിയാമല്ലോ, നമ്മളിത് ഇവിടെ പറയുന്നുണ്ട്. നോക്കാം. വേദം എന്നാൽ അറിവ്, വിദ് എന്നാണ് അർത്ഥം. അറിവ് എന്ന അർത്ഥത്തിലാണ് വേദം എന്ന വാക്ക്. വേദങ്ങൾ പൊതുവെ 4 എണ്ണമാണ് വരുന്നത്. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്നിങ്ങനെയാണ്. ഋഗ്വേദമാണ് ഇതിൽ ആദ്യത്തേത്. ഋഗ്വേദമാണ് ഇതിൽ ആദ്യത്തേത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഓൾഡസ്റ്റ് ടെക്സ്റ്റ് ഇൻ ദി വേൾഡ് എന്നറിയപ്പെടുന്നത് ഋഗ്വേദമാണ്. 4 വേദങ്ങൾ കൂടാതെ അനുബന്ധങ്ങളായിട്ട് ബ്രാഹ്മണങ്ങൾ, ആരണ്യകങ്ങൾ, ഉപനിഷത്തുകൾ എന്നിവയൊക്കെ വേദസാഹിത്യത്തിന്റെ ഭാഗമായിട്ടാണ് പറയുന്നത്. 4 വേദങ്ങളാണ് പറയുന്നത്. ഋഗ്വേദം ഓൾഡസ്റ്റ് ടെക്സ്റ്റ് ഇൻ ദി വേൾഡ് എന്നറിയപ്പെടുന്നതാണ് ഋഗ്വേദം. യജുർവേദം എന്ന് പറയുന്നത് യാഗങ്ങളെ കുറിച്ചുള്ളതാണ്. ബുക്ക് ഓഫ് സാക്രിഫൈഷ്യൽ പ്രയേഴ്സ് എന്നതാണ് യജുർവേദം. സാമവേദത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം കുറച്ചുകൂടി സോങ്സ് ആൻഡ് രാഗാസ്, നമുക്ക് സാമവേദം വെച്ച് പാട്ടുകളൊക്കെ അറിയാവുന്നതാണ്. അപ്പൊ സാമവേദം എന്നാൽ പാട്ടുമായി ബന്ധപ്പെട്ടതാണ്. ബുക്സ് ഓഫ് ചാൻസ് ആണ്, സോങ്സ് ആൻഡ് രാഗാസ് ഒക്കെ വരുന്നതാണ് സാമവേദം. അഥർവവേദത്തിലേക്കൊക്കെ വരുമ്പോൾ മാജിക്കൽ ഫോർമുലാസ് ഒക്കെയാണ് ഈ ഒരു അഥർവവേദത്തിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, ഇത് കൂടാതെയാണ് വേദങ്ങളുടെ ഭാഗമായിട്ട് ബ്രാഹ്മണങ്ങളും ആരണ്യകങ്ങളും ഉപനിഷത്തുകളും ഒക്കെ വരുന്നത്. ചില വാക്യങ്ങളൊക്കെ തന്നിട്ട് ഏത് ഉപനിഷത്തിൽ നിന്ന് എടുത്തതാണ് എന്നൊക്കെ PSC ചോദിക്കാറില്ലേ, കേട്ടിട്ടില്ലേ? ഇപ്പൊ സത്യമേവ ജയതേ ഏത് ഉപനിഷത്താണ്? മുണ്ടകോപനിഷത്താണ്. അതുപോലെ തമസോമ ജ്യോതിർഗമയ എന്നത് ഏതാണ്? ബൃഹദാരണ്യക ഉപനിഷത്താണ്. ഇതാണ് ഉള്ളതിൽ ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഉപനിഷത്ത്, ബൃഹദാരണ്യക ഉപനിഷത്ത്. അതുപോലെ ഏറ്റവും ചെറിയ ഉപനിഷത്ത് ഏതാണ്? അത് മാണ്ഡൂക്യോപനിഷത്താണ്. അപ്പൊ ഇവയൊക്കെ വേദസാഹിത്യത്തിന്റെ ഭാഗമാണ് എന്നാണ് പറയുന്നത്. വേദകാലത്തെ കുറിച്ചുള്ള പഠനത്തിനായുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്രോതസ് എന്ന് പറയുന്നത് തന്നെ ഈ വേദങ്ങളാണ്. ഈ വേദങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ വേദകാലത്തെ 2ആയി തരംതിരിക്കുന്നുണ്ട്. ആദ്യകാല വേദമെന്നും രണ്ടാമത് നമ്മൾ പറയുന്നത് പിൽക്കാല വേദ സാഹിത്യം എന്നുമാണ്. ഈ ആദ്യകാല വേദത്തിലാണ് ഋഗ്വേദം രചിക്കപ്പെടുന്നത്. പിൽക്കാല വേദകാലത്തിൽ ലേറ്റർ വേദിക് ഏജിലാണ് യജുർവേദം, സാമവേദം, അഥർവവേദം എന്നീ വേദങ്ങൾ രചിക്കുന്നത്. ഇവയുടെ ഒരു താരതമ്യ പഠനമാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഒന്നാമത് ആദ്യകാല വേദം വന്നിട്ടുള്ളത് സപ്തസിന്ധു പ്രദേശത്ത് നിന്നാണ്. സപ്തസിന്ധു പ്രദേശത്താണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആര്യന്മാരുടെ കടന്നുവരവോടെയുള്ള ഒരു കാലഘട്ടമാണ് ഈ ഒരു വേദിക് ഏജിനെ കുറിച്ചുള്ള പഠനത്തിലേക്ക് തന്നെ വരുന്നത്. ഈ ആര്യന്മാരുടെ കടന്നുവരവ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, എവിടുന്നാണ് ആര്യന്മാർ കടന്നു വന്നത് എന്നുള്ളതിന് തെളിവൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല, പഠനങ്ങൾ മാത്രമാണ് ഉള്ളത്. ബാലഗംഗാധര തിലകന്റെ അഭിപ്രായത്തിൽ ആര്യന്മാർ കടന്നു വന്നിട്ടുള്ളത് ആർട്ടിക് റീജിയനിൽ നിന്നാണ്. കാരണം വേദങ്ങളിൽ പൊതുവെ 6 മാസ രാത്രിയെ കുറിച്ചും 6 മാസ പകലിനെ കുറിച്ചും ഒക്കെ പറയുമ്പോൾ അത് ആർട്ടിക് റീജിയനിലാണല്ലോ പ്രകാരമുള്ളത്. അപ്പൊ അതുകൊണ്ട് ബാലഗംഗാധര തിലകന്റെ അഭിപ്രായത്തിൽ പറയുന്നത് ആര്യന്മാർ ആർട്ടിക് റീജിയനിൽ നിന്ന് വന്നു എന്നാണ്. പിന്നെ സ്വാമി ദയാനന്ദ സരസ്വതി, ബാലഗംഗാധര തിലകന്റെ അഭിപ്രായം പറഞ്ഞു. സ്വാമി ദയാനന്ദ സരസ്വതിയുടെ അഭിപ്രായത്തിൽ ഇവർ വരുന്നത് ടിബറ്റിൽ നിന്നാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. ടിബറ്റിൽ നിന്നാണ് ആര്യന്മാർ ആഗമിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. മാക്സ് മുള്ളറുടെ അഭിപ്രായത്തിൽ വരുമ്പോൾ ഇവർ സെൻട്രൽ ഏഷ്യയും അതുപോലെ സദേൺ റഷ്യയിൽ നിന്നൊക്കെയാണ് വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ ലാംഗ്വേജ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ലാംഗ്വേജ് ആണ്. കാരണം ഹോളി ബുക്കായിട്ടുള്ള സെന്റ് അവസ്ഥയിലൊക്കെ ഒരു ഇറാൻ റൂട്ടായിട്ടുള്ള ഒരു പുസ്തകമാണല്ലോ സെന്റ് അവസ്ഥ. കേട്ടിട്ടുണ്ടാവും നിങ്ങൾ, PSC ക്വസ്റ്റ്യൻ പേപ്പർ റിവൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായി ഇത് കേട്ടിട്ടുണ്ടാവും. സെന്റ് അവസ്ഥയിൽ നിന്നൊക്കെ മാറ്റർ എന്ന രീതിയിലൊക്കെ നമ്മൾ പഠിക്കുന്ന അമ്മ എന്ന വാക്കിന്റെ പല രീതിയിലുള്ള ഉപയോഗങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ അവർ വന്നിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് നിന്നായിരിക്കും, സെൻട്രൽ ഏഷ്യ, സദേൺ റഷ്യയിൽ നിന്നൊക്കെ ആയിരിക്കും എന്നാണ് ആര് പറഞ്ഞത്? മാക്സ് മുള്ളർ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അത്തരത്തിൽ അവരെ കുറിച്ചുള്ള അറിവുകളൊക്കെ നമുക്ക് ലഭിക്കുന്നത് വേദങ്ങളിൽ നിന്നാണ്. അങ്ങനെയാണ് വേദകാലഘട്ടം വന്നത്. അങ്ങനെ 2 വേദകാലഘട്ടമുണ്ട് നമുക്ക്. ആദ്യകാല വേദകാലം എന്നും പിൽക്കാല വേദകാലം എന്നും. ആദ്യകാല വേദകാലം നമുക്ക് നടക്കുന്നത് സപ്തസിന്ധു പ്രദേശത്താണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 7 നദികൾ, സപ്തസിന്ധു. ഇവർ ഇടയ രീതിയിലുള്ള സമ്പദ് വ്യവസ്ഥയുള്ളവരായിരുന്നു. എന്നാൽ പിൽക്കാല വേദകാലഘട്ടം ഗംഗാ സമതലം വരെ വ്യാപിച്ച രീതിയിലുള്ള ഒരു കാലഘട്ടമായിരുന്നു. ഇവിടെ കൃഷിക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകിയത്. ആദ്യകാലത്ത് അർദ്ധനാടോടി വിഭാഗമായിരുന്ന ഇവർ പിന്നീട് പിൽക്കാലത്ത് സ്ഥിരവാസ ജീവിതത്തിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്.
ആദ്യകാലങ്ങളിൽ സമൂഹത്തിൽ സ്ത്രീകൾക്ക് താരതമ്യേന ഉയർന്ന സ്ഥാനം ലഭിച്ചിരുന്നു എങ്കിൽ കൂടി പിൽക്കാല വേദകാലമായപ്പോഴേക്കും സ്ത്രീകളുടെ പദവിക്ക് മങ്ങലേൽക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ആദ്യകാലത്ത് കാടുകൾ വെട്ടിത്തെളിച്ചും തീയിട്ടുമൊക്കെ കൃഷി ചെയ്തു വന്നു. ആ സമയത്ത് എന്താണ്, പിൽക്കാല വേദകാലമായപ്പോഴേക്കും ഇരുമ്പിന്റെ ഉപയോഗം വന്നു. അവിടെ വർണ്ണവ്യവസ്ഥ ശക്തിപ്പെട്ടു വന്നു. തൊഴിലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആദ്യകാലത്ത് വർണ്ണവ്യവസ്ഥ ശക്തിപ്പെട്ടു വന്നത്. കാട് വെട്ടിത്തെളിച്ചും തീയിട്ടുമൊക്കെ കൃഷി ചെയ്തിരുന്ന ആദ്യകാലത്തെ വെച്ച് നോക്കുമ്പോൾ ഇരുമ്പിന്റെ ഉപയോഗം വന്ന് പിൽക്കാല വേദകാലഘട്ടമായപ്പോഴേക്കും അവിടെ പുരോഗതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആദ്യകാലത്ത് നിരവധി ഗോത്രങ്ങളൊക്കെ ചേർന്നായിരുന്നു സമൂഹം ഉണ്ടായിരുന്നത്. അവിടെ ഒരു വ്യവസ്ഥ, വർണ്ണ വ്യവസ്ഥ പോലുള്ള വ്യവസ്ഥയൊന്നും ഉണ്ടായിരുന്നില്ല. പിൽക്കാലത്തേക്ക് ആയപ്പോഴേക്കും എന്ത് സംഭവിച്ചു, അവിടെ വർണ്ണ വ്യവസ്ഥയുണ്ടായി. ജാതിയുടെയും മറ്റു പേരിലുമല്ല ആദ്യം ഉണ്ടായിരുന്നത്, അവർ ചെയ്യുന്ന തൊഴിലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. എത്തരത്തിലാണ് തൊഴിലുണ്ടായിരുന്നത്, അവരെല്ലാവരും ഒരു വർണ്ണത്തിൽ ഉൾപ്പെടുന്നു എന്ന രീതിയിലായിരുന്നു ആദ്യകാലത്ത് ഉണ്ടായിരുന്നത്. യാഗങ്ങളുടെ കാര്യത്തിൽ ആദ്യകാലത്തിൽ യാഗങ്ങൾ ലളിതമായിരുന്നു, ഓരോ കുടുംബനാഥനും ചെയ്യാവുന്നതുമായിരുന്നു. എന്നാൽ പിൽക്കാലത്തേക്ക് വന്നപ്പോൾ യാഗങ്ങൾ സങ്കീർണമായി, ചെലവേറിയതായി മാറി. യാഗങ്ങൾ ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രം ചെയ്യാനായിട്ട് അധികാരമുള്ളതായും മാറി എന്നുള്ളതാണ്. അതേ തുടർന്ന് വിവിധ തരത്തിലുള്ള പ്രത്യേക ആരാധനാമൂർത്തികൾ രൂപപ്പെടുകയും ചെയ്തു. പ്രകൃതി ശക്തികളെ മാത്രം ആരാധിച്ചിരുന്ന ആദ്യകാല വേദ കാലഘട്ടത്തെ സംബന്ധിച്ചു നോക്കുമ്പോൾ പിൽക്കാലത്ത് ആരാധനാമൂർത്തികൾ ശക്തരാവുകയും ചെയ്തു. മാത്രമല്ല ഇവിടെ വിവിധ തരത്തിലുള്ള കരകൗശല വിദ്യകളുടെ ആരംഭവും നമുക്ക് കാണാനായി സാധിക്കും. ഇവിടെ പറഞ്ഞ വർണ്ണ വ്യവസ്ഥ എന്തായിരുന്നു എന്ന് വെച്ചാൽ 4 എണ്ണമായിരുന്നു വർണ്ണമായിട്ട് പറയപ്പെട്ടിരുന്നത്. പൗരോഹിത്യത്തിൽ ഏർപ്പെട്ടവർ ബ്രാഹ്മണരും, രാജഭരണവും സംരക്ഷണവും നടത്തിയിരുന്നവർ ക്ഷത്രിയവും, കൃഷിയും കച്ചവടത്തിലുമൊക്കെ ഏർപ്പെട്ടിരുന്നവർ വൈശ്യരും, ഈ 3 വിഭാഗത്തിലെയും ദാസ്യവൃത്തി ചെയ്തിരുന്നവർ ശൂദ്രരുമായിരുന്നു. ഇവിടെ എന്ത് തരം പ്രവൃത്തിയാണോ ചെയ്തിരുന്നത് അതിനടിസ്ഥാനത്തിലാണ് ഇവിടെ വർണ്ണവ്യവസ്ഥ സമ്പ്രദായം ആരംഭിക്കുന്നത്. പ്രധാനമായും 4 ആയിരുന്നു: ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്നിങ്ങനെയായിരുന്നു. ഇതാണ് വർണ്ണവ്യവസ്ഥ. അങ്ങനെ ശിലായുഗത്തിൽ നിന്ന് നമ്മുടെ മനുഷ്യ ജനത, മാനവിക ചരിത്രത്തിന്റെ വികാസം നമ്മൾ എവിടം വരെ എത്തി, ഇത്തരത്തിൽ വർണ്ണവ്യവസ്ഥ രൂപപ്പെടുന്നത് വരെയും ലേറ്റർ വേദിക് ഏജ് വരെയും ഒക്കെ നമ്മൾ പഠിച്ച് എത്തിയിട്ടുണ്ട്. അങ്ങനെ മാനവ ചരിത്രത്തിന്റെ തുടക്കവും നമ്മൾ കണ്ടു, കാലക്രമത്തിലുണ്ടായ വികാസങ്ങളുമാണ് നമ്മളിപ്പോ കണ്ടത്. കാട്ടിലും ഗുഹകളിലും മരപ്പൊത്തുകളിലുമൊക്കെ ജീവിച്ച് പ്രകൃതിയോടും മൃഗങ്ങളോടുമൊക്കെ പൊരുതി വിവേകവും ബുദ്ധിശക്തിയും കൊണ്ട് മുന്നോട്ടുള്ള പ്രയാണം തുടങ്ങിയ മനുഷ്യർ അവന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അതിനനുസൃതമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളും സൃഷ്ടികളും ഒക്കെ നടത്തി. അങ്ങനെ പുരോഗതിയുടെ പാതയിലേറി ഒരു നാഗരികരായി മാറിയ മനുഷ്യർ അവരുടേതായ സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക സംവിധാനങ്ങളൊക്കെ രൂപപ്പെടുത്തുകയും ഇന്ന് 21ാം നൂറ്റാണ്ടിലേക്ക് എത്തി നിൽക്കുമ്പോൾ മാനവ ചരിത്രത്തിന്റെ വിവിധ വികാസങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ മനുഷ്യർ എത്ര ദൂരം മുന്നോട്ട് പോയി എന്ന് നമുക്ക് അറിയുവാനും മനസ്സിലാക്കുവാനുമായിട്ട് സാധിക്കുന്നുണ്ട്. അതിനായിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള എവിഡൻസും മറ്റു കാര്യങ്ങളും പഠിക്കുന്നതും ഇത്തരത്തിലുള്ള ചരിത്രപരമായ ഭാഗങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. നമ്മുടെ എത്രത്തോളം പുരോഗതി നമ്മൾ ആർജിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇത്രയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. കുറേയേറെ ക്വസ്റ്റ്യൻസ് ഈ ഒരു ഭാഗത്തിൽ നിന്ന് PSC നേരത്തെ ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗം ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.